നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഈവനിങ് ദൈവം നമുക്ക് നൽകിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഐ വോണ്ട് ടു വെൽക്കം യു ഓൾ. നമ്മുടെ ഈ വാർഡ് ഇന്ന് വൈകിട്ടത്തെ സെഷനിൽ കടന്നു വന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ദൈവം പേഴ്സണലി നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ. സ്പെഷ്യലി ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗസ്റ്റിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ജോഷുവ സാറ് ഒരു ഇൻ്റർവ്യൂ തന്നിരുന്നു, ICPFിലെ ജോഷുവ സാറ്. അപ്പം ജോഷുവ സാർ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അദ്ദേഹം നേപ്പാളിൽ മിഷണറിയായി പോയ കഥയാണ് പറഞ്ഞത്. നേപ്പാളിൽ മിഷണറിയായി പോയപ്പോൾ 3 ദിവസം നടന്ന് വേണം അദ്ദേഹത്തിന് ആ സ്ഥലത്തെത്തുവാൻ വേണ്ടി. 3 ദിവസം നടക്കണം. അപ്പം നടന്നങ്ങ് ക്ഷീണിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്വീഡിഷ് മിഷണറി ഉണ്ട്, വെള്ളക്കാരനാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ജോഷുവ സാറിനെ ഇങ്ങനെ എൻകറേജ് ചെയ്യും, കമോൺ ജോഷുവ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ജോഷുവ സാർ പറഞ്ഞ ഒരു സെൻറ്റൻസ്, ഈ സായിപ്പുമാർക്ക് മാത്രമേ മിഷണറിമാരുമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, സായിപ്പുമാർ മാത്രമല്ല നമുക്കും പറ്റും, സായിപ്പുമാർക്ക് മാത്രമേ നടക്കാൻ അറിയത്തുള്ളൂ, എനിക്കും നടക്കാനറിയാം എന്നൊക്കെ പറഞ്ഞ് തന്നെ ഉത്സാഹിപ്പിച്ച് താൻ നടന്നതായിട്ട് താൻ പറവാനിടയായി തീർന്നു. സോ ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് ആഫ്രിക്കയിൽ മിഷണറിയായി പോയ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പല മീറ്റിങ്ങുകളിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ കാലത്ത് ഒത്തിരി ചെറുപ്പക്കാർ പല സ്ഥലങ്ങളിലേക്ക് മിഷണറിമാരായി പോകുന്നു. പണ്ട് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് മിഷണറിമാർ വന്നെങ്കിൽ ഇന്ന് ഈസ്റ്റിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും മിഷണറിമാർ പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ടിജിൻ ജോബിനെ ഓർത്ത് വളരെ സന്തോഷത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ വെൽക്കം ചെയ്യുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ തൻ്റെ ജീവിതാനുഭവങ്ങൾ താൻ പങ്കുവെക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഒരു വലിയ അനുഗ്രഹം, ഒരു വലിയ ബ്ലെസ്സിങ്ങിന് കാരണമായി തീരുന്നു. വെൽക്കം. പാസ്റ്റർ എന്നാണോ വിളിക്കേണ്ടത്, മിഷണറി എന്നാണോ വിളിക്കേണ്ടത്, ഇങ്ങനെ പല ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നു. സോ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞങ്ങൾക്കത് കേൾക്കണം. എവിടെയാണ്, നാട്ടിൽ എവിടെയാ? ആഫ്രിക്കയിലാണല്ലേ? ആഫ്രിക്കയിൽ ഒരു മിഷണറിയായിട്ട് പോകാനിടയായി തീർന്നു. ഞങ്ങൾക്ക് കേൾക്കണം എന്തുകൊണ്ടാണ് ആഫ്രിക്കയിൽ പോയത്, ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ എല്ലാം പറയാം കേട്ടോ, കേൾക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഓർ ടു ഐ വാണ്ട് ടു സേ മിഷണറി ടിജിൻ ജോബ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഈ വൈകുന്നേര സമയത്ത് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരിക്കലും നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇതിലേക്ക് എനിക്ക് ക്ഷണം തന്ന പാസ്റ്റർ ഫിനി യോഹന്നാൻ, അതുപോലെ കുടുംബത്തിനും മിനിസ്ട്രിക്കും ദൈവനാമത്തിലുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ആസാദി മിനിസ്ട്രിനെ കുറിച്ച് ഞാൻ ഒത്തിരിയധികം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മമ്മി നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും ഞങ്ങളടുത്ത് എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ മമ്മി ആ സാക്ഷ്യത്തിന്റെ മമ്മീനെ വളരെ ടച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ മമ്മി ഞങ്ങളോട് പറയാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ മിനിസ്ട്രിയിലൂടെ അനേകർക്ക് ഇതൊരു പ്രചോദനമായി തീരുന്നുണ്ട്. അതിന് എൻ്റെ മമ്മി എന്നൊരു സാക്ഷിയാണ്. തീർച്ചയായിട്ടും ഇതിലൂടെ അനേകർക്ക് ദൈവത്തോട് അടുക്കുവാനും, അതുപോലെ അതേ സമയത്ത് അനേകർ കർത്താവിനെ അറിയുവാനും ഈ മിനിസ്ട്രി ഒരു മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇന്നാണ് യൂട്യൂബ് വീഡിയോസിലൂടെ ഞാൻ പോയി നോക്കിയത്. അപ്പോഴാണ് മീൻസ് ഇത്രമാത്രം ദൈവം ഈ ചാനലിന് ദൈവം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അന്നേരമാണ് അറിയുന്നത്. എന്തായാലും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് താൻ്റെ ദാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ എൻ്റെ പേര് ടിജിൻ ജോബ് എന്നാണ്. ഞങ്ങള് മലയാളിയാണെങ്കിലും ഞാൻ ജനിച്ചു വളർന്നൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പം ഞാൻ തമിഴ്നാട്ടിലെ നീലഗിരി എന്ന ഡിസ്ട്രിക്റ്റില് ഒരു ചെറിയ ടൗണിലാണ് ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം അവിടെയാണ്. പപ്പ മമ്മിയൊക്കെ മലയാളീസ് ആണ്. പപ്പ ജനിച്ചത് നീലഗിരിയിലാണ്. സോ ഞങ്ങള് പഠിച്ചതൊക്കെ തമിഴാണ്. വീട്ടിൽ മലയാളം സംസാരിച്ച, ചർച്ച അറ്റൻഡ് ചെയ്ത് മലയാളമാണ്.
പക്ഷെ പഠിച്ചതൊക്കെ തമിഴാണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം കുറച്ചു കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നു. അവിടുന്ന് കുറച്ചൊക്കെ ഹിന്ദി പഠിച്ചെടുത്തു. അതിനുശേഷം ഇവിടെ ആഫ്രിക്കയിൽ വന്ന് ഇവിടുത്തെ ആഫ്രിക്കൻ ലാംഗ്വേജും കുറച്ച് പഠിച്ചു. അങ്ങനെ മലയാളം, തമിഴ്, ഹിന്ദി, ആഫ്രിക്കൻ ലാംഗ്വേജ് എല്ലാം കൂടി ആയിട്ട് ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് എന്റെ വാക്കുകൾ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഒരു ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റൽ കുടുംബത്തിലാണ്. പപ്പയും മമ്മിയും എല്ലാവരും വിശ്വാസത്തിലാണ്. എനിക്കൊരു അനിയനുണ്ട്. ഞങ്ങളെല്ലാം ചെറുപ്പം തൊട്ടേ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോടുകൂടെ ചേർന്നാണ് ആരാധിച്ചു വന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും കർത്താവിനെ രക്ഷിതായി സ്വീകരിക്കുവാനും അതുപോലെ സ്നാനം പെടുവാനും എല്ലാം ദൈവം സഹായിച്ചു. അങ്ങനെ ഇപ്പൊ ഞങ്ങള് എനിക്ക് വൈഫും ഞങ്ങൾക്ക് 2 മക്കളും ദൈവം ദാനമായി നൽകി തന്നിട്ടുണ്ട്. മൂത്ത മോള് ഇപ്പൊ 4 വയസ്സാകും. ഇളയ ആൾക്ക് ഇപ്പൊ 1.5 വയസ്സ് ആകുന്നേ ഉള്ളൂ. 1.5 വയസ്സാകുന്നുള്ളൂ. ദൈവകൃപയാൽ കഴിഞ്ഞ 5 വർഷത്തോളം ആഫ്രിക്കയിൽ, വെസ്റ്റ് ആഫ്രിക്കയിൽ ഗാന എന്ന് പറഞ്ഞ രാജ്യത്ത് കർത്താവിന്റെ വേലയുമായുള്ള ബന്ധത്തിൽ ആയിരപ്പന്തക്കോണം ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പം പാസ്റ്റർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ആഫ്രിക്ക, എങ്ങനെയാണ് ആഫ്രിക്കയിൽ എത്തിപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള സാക്ഷ്യം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം തൊട്ടേ ഒരു സഭാ അന്തരീക്ഷമായിട്ട് വളർന്നു വന്നു. വീട്ടില് പപ്പയും മമ്മി ആണെങ്കിലും ആത്മീയമായ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതായത് ആത്മീയമായ യോഗങ്ങൾ പങ്കെടുക്കലും അതുപോലെ സഭയിലും പപ്പയും മമ്മിയും ആക്റ്റീവ് ആയിരുന്നു. അതേ സമയത്ത് ഞാനും ആക്റ്റീവ് ആയിരുന്നു. വർഷിപ്പ് ലീഡ് ചെയ്യുക, വർക്കിന് പോകുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സഭയിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ചെറുപ്പം തൊട്ടേ എനിക്ക് എവിടെയോ എൻ്റെ ഉള്ളിൽ അറിയായിരുന്നു എന്നെ ദൈവം പൂർണ്ണസമയം സുവിശേഷവേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ എൻ്റെ ആഗ്രഹം എന്നുള്ളത് ജോലിയോടുകൂടെ സുവിശേഷവേല ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കുറെ പൈസ ഉണ്ടാക്കി, പപ്പ ഒരു ബിസിനസ് മാൻ ആണ്. അപ്പം കുറെ പൈസ ഉണ്ടാക്കണം, എന്നിട്ട് ഒത്തിരി മിനിസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ അതിനോട് കൂടെ ചേർന്ന് മിനിസ്ട്രിയും ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തു. പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ചില സാഹചര്യങ്ങളാൽ അത് സാധിച്ചില്ല. അതുകൊണ്ട് വിമാനം നന്നാക്കുന്ന ആളെങ്കിലും ആകാന്ന് ഓർത്താണ് ആ കോഴ്സിന് ജോയിൻ ചെയ്തത്. അങ്ങനെ ആ കോഴ്സ് പൂർത്തിയായതിനു ശേഷം അതിന്റെ പ്രാക്ടിക്കൽ പാർട്ടായിട്ട് അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്ന് ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ട്രെയിനിങ് കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം ട്രെയിനിങ് കിട്ടുന്നില്ല. ഞാൻ പൈസ കൊടുത്ത് ട്രൈ ചെയ്തു, ഇൻഫ്ലുവൻസ് വഴി ട്രൈ ചെയ്തു, എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും എനിക്ക് മാത്രം ട്രെയിനിങ് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ചർച്ചിൽ അവർക്കൊരു ഓർഫനേജ് ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഒരു പണിയെ ടീച്ചനെ, എന്തായാലും ടീച്ചൻ റൂമിൽ വെറുതെ ഇരിക്കുകയല്ല, ടീച്ചൻ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചോ. എന്നിട്ട് അപ്പൊ ഇവിടെ പിള്ളേരെ നോക്കാൻ ആരുമില്ല, അപ്പൊ ടീച്ചന് ഇവിടെ ഇരുന്ന് പിള്ളേരെ നോക്കുവാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അന്വേഷിക്കാം, ട്രെയിനിങ് കിട്ടിയ ടീച്ചൻ പോയിക്കോ. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ ചർച്ചിൽ പോയി അവിടെ താമസിക്കാൻ തുടങ്ങി. അവിടെ പിള്ളേരെയൊക്കെ നോക്കി അങ്ങനെ നിന്ന് അങ്ങനെ ചർച്ചിലും വളരെ ആക്റ്റീവായി. ഞാൻ അവിടെ എന്താ പറയാ, ബാംഗ്ലൂരിൽ ട്രെയിനിങ് അന്വേഷിച്ചാണ് പോയത്. പക്ഷെ ഞാൻ ഏകദേശം ആ ചർച്ചിൽ അവിടെ നിന്ന് അതേ സമയത്ത് ട്രെയിനിങ്ങിന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഏകദേശം 1.5 വർഷത്തോളം ആ ചർച്ചിൽ തന്നെ ഞാനായി. അങ്ങനെ അവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്ററായി ഞാൻ മാറി. ശൗല് കഴുത അന്വേഷിച്ച് ചെന്നിടത്ത് ശൗലിനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഞാൻ ട്രെയിനിങ് അന്വേഷിച്ച് ചെന്നിടത്ത് ദൈവത്തിന് വേറെ പദ്ധതിയായിരുന്നു. ദൈവം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുവാനിടയായി തീർന്നു. അപ്പം അവിടുന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത് ചെറിയ രീതിയിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ അതിനുശേഷം ഞാൻ SIBC ബാംഗ്ലൂരിൽ സദനേശ്വർ ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്ലിക്കേഷൻ ഇട്ടു. അവിടെ അപ്ലിക്കേഷൻ ഇട്ട് എനിക്ക് കോളിംഗ് ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു സംശയം, ഇത് ശരിക്കും ദൈവനെ വിളിച്ചതാണോ അതോ ഞാൻ ഇമോഷണലി ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ ആണോ ഇത്? കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രൂപ്പായിട്ട് നിന്ന് പാട്ട് പാടാൻ പറ്റും, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പാട്ട് പാടാൻ പറ്റില്ല. അത്രയ്ക്കും പേടിയാണ് എനിക്ക് സ്റ്റേജിൽ നിൽക്കാന്ന് പറഞ്ഞാൽ. ഒരു 2-3 പേര് മുമ്പിൽ നിന്ന് 2 വാക്ക് പറയാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഓർത്തു, എന്നെ വെച്ച് ദൈവം എന്ത് ചെയ്യാനാ പോകുന്നത്? അപ്പൊ എനിക്ക് തന്നെ ഒരു സംശയം, ഇനി ഞാൻ സുശേഷനിലേക്ക് ഇറങ്ങിയ പ്രസംഗിക്കിന്റെ ഒക്കെ വരില്ല, അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഇത് ഉറപ്പാണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ച ദൈവമേ, അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എനിക്ക് വിളിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം ഒരു ഉറപ്പാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കിടന്നപ്പം ദൈവം എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു. ആ സ്വപ്നം എങ്ങനെയാണ്, അപ്പൊ അന്ന് വരെ എനിക്ക് മിനിസ്ട്രി ആയിട്ട് ഒരു കണക്ഷൻ ഇല്ല, എന്ത് മിനിസ്ട്രി ചെയ്യണം, എവിടെ പോകണം, ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം ദൈവം എന്നെ കാണിക്കുന്നത്. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത്, ഞാൻ ഇങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോവാണ്. സ്ട്രീറ്റ് വളരെ ഇരുട്ടാണ്, രണ്ട് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട്. ഞാൻ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ കുറെ പിള്ളേര് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പൊ ഈ പിള്ളേരെന്ന് പറയുന്നത് ഈ ആഫ്രിക്കയിലൊക്കെ നമ്മൾ ഈ മാൽന്യൂട്രീഷൻ വന്ന് ഇങ്ങനെ അസ്ഥിയൊക്കെ ഒട്ടിയിരിക്കുന്ന അതുപോലത്തെ പിള്ളേര്, ആ കറുത്തവർക്കാർ പിള്ളേര് വന്നിട്ട് എന്നോട് ഭക്ഷണം യാചിക്കുന്ന പോലെ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ എന്റെ ഇവർക്ക് കൊടുക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ ആ വിശപ്പും അവരുടെ ആ ബുദ്ധിമുട്ടും കാണാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് അവരെ ഞാൻ തള്ളി മാറ്റിയിട്ട് ഞാൻ വീണ്ടും മുമ്പിലേക്ക് വീണ്ടും നടന്നപ്പോ അതേപോലെ കറുത്ത വർഗ്ഗക്കാര്, പ്രായമായ ആൾക്കാര് അതേപോലെ എൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം യാചിക്കാതെ അവർ കരഞ്ഞ് എന്നോട് ഭക്ഷണം യാചിക്കും. അപ്പൊ എന്റെ ഇവർക്ക് കൊടുക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആ റോട്ടില് ഞാൻ മുട്ടുകുത്തി ഞാൻ കരയാൻ തുടങ്ങി. ദൈവമേ, ഇവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങിയപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും, എന്നിട്ട് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. എന്ത് ചെയ്താൽ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അന്ന് രാത്രി എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായി. അന്ന് രാത്രി ഞാൻ പൂർണ്ണമായും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ സമർപ്പിച്ച് പിന്നെ അന്ന് ദൈവം എനിക്ക് ഈ സ്വപ്നം കാണിച്ചു തരുമ്പോൾ എൻ്റെ ഈ പാസ്പോർട്ട് പോലും ഇല്ല. എൻ്റെ ഈ പാസ്പോർട്ട് പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് ദൈവം എനിക്ക് സ്വപ്നം കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ കണ്ടത് ആഫ്രിക്കൻസിനെയാണ് ഞാൻ കണ്ടത് സ്വപ്നത്തിൽ. അപ്പൊ പിന്നീട് ഞാൻ TV കാണാൻ വേണ്ടി റിമോട്ടിൽ ഒരു ചാനൽ സ്വിച്ച് ചെയ്യുമ്പോൾ ആഫ്രിക്കനെ കുറിച്ച് പറയുന്നു. ആ സമയത്ത് തന്നെ പപ്പയുടെ ഒരു ഫ്രണ്ട്, ആഫ്രിക്കയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഫ്രണ്ട് വന്നിട്ട് ആഫ്രിക്കയിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഒത്തിരി ഇൻസിഡൻസിലൂടെ ദൈവം എനിക്ക് കൺഫേം ചെയ്തിരുന്നു ദൈവം എന്നെ ആഫ്രിക്കയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. പിന്നീട് എനിക്ക് ഏകദേശം ഇത് കൺഫേം ആയതിനു ശേഷം ഞാൻ ആഫ്രിക്കയുടെ മാപ്പ് ഞാൻ എന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും അതിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ബൈബിൾ കോളേജ് ആയിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ റൂമിലേക്ക് പോയി. പോയപ്പം ഫ്രണ്ട് അവിടെ ഇല്ലായിരുന്നു, അവൻ കുളിക്കാൻ അങ്ങോട്ട് പോയത്. അപ്പം അവിടെ ഈ മിഷണറി ബയോഗ്രഫീസ്, അത് ഒത്തിരി ബയോഗ്രഫീസ് ഉള്ള ഒരു ബുക്ക്, വളരെ ബ്രീഫായിട്ട് ബയോഗ്രഫീസ് കൊടുത്തിരിക്കുന്ന ഒരു ബുക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്ത് അത് തുറക്കലും അവിടെ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഒരു കോട്ടാണ് അവിടെ കണ്ടത്. ഞാൻ അതിങ്ങനെയാണ്, ക്യാൻ യു ഗോ ബാക്ക് ടു ആഫ്രിക്ക ടു ഫിനിഷ് ദ വർക്ക് ദാറ്റ് ഐ ഹാവ് ബിഗൻ. ഞാൻ തുടങ്ങി വെച്ച വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി നിനക്ക് ആഫ്രിക്കയിലേക്ക് പോകാൻ നീ തയ്യാറാണോ എന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും റൂമിൽ പോയി ഒത്തിരി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ ദൈവം എനിക്ക് ഉറപ്പിച്ചു തന്നു എന്നെ ദൈവം ആഫ്രിക്കയിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ഞാനിത് എല്ലാവരോടും പറയാൻ തുടങ്ങി, എന്നെ ദൈവം ആഫ്രിക്കയിലേക്ക് വിളിച്ചിരിക്കുന്ന ബൈബിൾ കോളേജിലെ ഒത്തിരി പേര്. അപ്പൊ കുറെ ഫ്രണ്ട്സ് സപ്പോർട്ടീവ് ആയിരുന്നു. കുറെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കല്ല എല്ലാവരോടും, കാരണം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നാളെ നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ എല്ലാവരും കളിയാക്കും, അതുകൊണ്ട് നീ പറയണ്ട, ഒത്തുകിട്ടിയെ പോയിട്ട് വാ. പക്ഷെ എനിക്കെന്താ അറിയാം, ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറയായിരുന്നു എന്നെ ദൈവം ആഫ്രിക്കയിലേക്ക് വിളിച്ചിരിക്കുന്നത്, ഞാൻ ആഫ്രിക്കയിലേക്ക് മിഷണറിയായി പോകുകയെന്ന്. അപ്പം ഏകദേശം സ്റ്റുഡൻസിനും ജൂനിയേഴ്സിനും ഞങ്ങളുടെ ഫാക്കൽറ്റിക്കും എല്ലാവർക്കും അറിയാമായിരുന്നു എന്നെ ദൈവം ആഫ്രിക്കയിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങള് ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ എക്സൽ BBSുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബാംഗ്ലൂരിലെ ചർച്ചകളിൽ BBS നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ ഒത്തിരി മീൻസിലൂടെ ഞാൻ ട്രൈ ചെയ്യുക, കാരണം എന്റെ പപ്പ ബിസിനസ്സുകാരനായതുകൊണ്ട് ഞങ്ങൾക്ക് മിനിസ്ട്രി പരമായിട്ട് ഒരു കണക്ഷൻസ് ഇല്ല. അപ്പൊ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഒത്തിരി മീൻസിലൂടെ ഞാൻ ട്രൈ ചെയ്യാണ് ആഫ്രിക്കയിലേക്ക് പോകാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലൂടെ ഒത്തിരി ആഫ്രിക്കൻ പാസ്റ്റേഴ്സിനൊക്കെ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അയക്കാൻ തുടങ്ങി. അവരുമായിട്ട് ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്യും. അപ്പം ഡയറക്റ്റ് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആഫ്രിക്കയിലേക്ക് വരട്ടെ, അവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവരെന്നോട് പറയും ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരട്ടെ. അപ്പം അങ്ങനെ നോക്കി അതൊന്നും എന്താ പറയാ, ഒരു രീതിയിലും വഴി തുറന്നു വരുന്നില്ല. അങ്ങനെ ആയിരുന്ന സമയത്താണ് ഞാൻ SIM, സെർവിങ് ഇൻ മിഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ, ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, അപ്ലിക്കേഷൻ ഇട്ട ഒത്തിരി ഓർഗനൈസേഷനിൽ ഓരോ ഓർഗനൈസേഷനാണ് ഈ SIM എന്ന് പറഞ്ഞത്, സെർവിങ് ഇൻ മിഷൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെ SIMലേക്ക് ഞാൻ അപ്ലിക്കേഷൻ ഇട്ടു. അവരെനിക്ക് റിപ്ലൈ തന്നു, അവര് റെസ്പോണ്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു അവർക്ക് ഇന്ത്യയിൽ വർക്കില്ല, അതുകൊണ്ട് എന്റെ റെസ്യൂം അവർ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ
എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഓർഗനൈസേഷനിലേക്ക് അവർ ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ ഈ BBS ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വരുവാണ്. ഇങ്ങനെ ഞങ്ങൾ IME നിന്നാണ്, ടിജിൻ ഇങ്ങനെ ആഫ്രിക്കയിലേക്ക് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ഓക്കെ, എന്നാ ഞങ്ങൾക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യാനായിരുന്നു, ടിജിന് ബാംഗ്ലൂർ ആണെങ്കിൽ ഒന്ന് വരാൻ പറ്റുമോ? അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ ഓർത്തു, ഇന്റർവ്യൂ ഒന്നും ഇപ്പൊ തന്നെ എന്നെ അവർ ആഫ്രിക്കയിലേക്ക് വിടാൻ പോവാ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, മമ്മി ഇങ്ങനെ ആഫ്രിക്കയിലേക്ക് പോവാണ്, അപ്പം മിക്കവാറും 2-3 മാസത്തിനുള്ളിൽ പോകേണ്ടി വരും. അപ്പൊ മമ്മിക്കും ടെൻഷൻ, അയ്യോ ഇപ്പൊ തന്നെ പോകണ്ട, കുറച്ചു കാലം ഇവിടെയൊക്കെ വേല ചെയ്തിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല, ഇപ്പൊ തന്നെ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ അവിടുത്തെ ഒരു സിസ്റ്റർ ആയിരുന്നു എന്നെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പം സിസ്റ്റർ 2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഒന്ന് പറഞ്ഞു, 1 വർഷത്തോളം ഇന്ത്യയിൽ IMന്റെ കീഴിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം. IMന്റെ കീഴിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം 1 വർഷത്തോളം. വർക്ക് ചെയ്തിട്ട് അവർക്കും കൂടെ ബോധ്യത വരണം എനിക്ക് ആഫ്രിക്കയിലേക്ക് വിളിയുണ്ട്, എങ്കിൽ മാത്രമേ അവരെന്നെ SIMലേക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒരു ബുദ്ധിമുട്ടായി തോന്നി, കാരണം ഞാൻ ആഫ്രിക്കയിൽ ഇപ്പൊ പോകണം എന്നുള്ളൊരു ഇതിലാ വന്നേ. അപ്പം 1 വർഷത്തോളം ഇന്ത്യ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അവരെന്നോട് രണ്ടാമതായി പറഞ്ഞ കാര്യമാണ്, ടിജിൻ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ട്രെയിനിങ് ചെയ്ത് ഒരുമിച്ച് നിങ്ങൾക്ക് പോകാം. അപ്പൊ അങ്ങനെ ടിജിൻ കല്യാണം കഴിക്കണം. അപ്പൊ അന്ന് വരെ ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു, കാരണം അന്ന് എനിക്ക് 26 വയസ്സുള്ളൂ. അപ്പൊ വിവാഹത്തെ കുറിച്ച് എന്റേതായ കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആഫ്രിക്ക എന്നുള്ള ഒറ്റ കാരണം കണ്ട് എന്റേതായ പ്ലാനുകൾ ഒന്നും നടക്കുന്നില്ല. പിന്നീട് ഞാൻ പപ്പനും മമ്മിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അവര് കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പപ്പയും മമ്മി എന്ത് ചെയ്തു, ആദ്യം അവർക്കൊരു ഷോക്കായിരുന്നെങ്കിലും പിന്നീട് അവര് അങ്ങനെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ഒത്തിരി സ്ഥലങ്ങളിൽ നോക്കി. അപ്പൊ എല്ലായിടത്തും ആലോചന വരും. പക്ഷെ ഞാൻ ആഫ്രിക്കയ്ക്ക് പോകാന്ന് കേൾക്കുമ്പോൾ ആർക്കും താല്പര്യമില്ല. പിന്നെ ആലോചനകൾ വരും, ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ അതേപോലെ തിരിച്ചു പോകും. ഇങ്ങനെ ഒത്തിരി പ്രൊപ്പോസൽസ് വരുന്നുണ്ട്, പക്ഷെ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ ആർക്കും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഭയങ്കര ഒരു തടസ്സം, വിവാഹത്തിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു തടസ്സം പോലെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ടിജിനെ ഇതെന്താ ഇത്, ഇവിടെ ഇന്ത്യയിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ സമയത്ത് തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ വേറെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു മിനിസ്റ്റർ ചെയ്യാൻ, ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോകാം. ഇന്ത്യയിൽ തന്നെ ഇത്ര ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ടിജിൻ എന്തിനാ ആഫ്രിക്കയിൽ പോകുന്നത്? അപ്പൊ ഞാനും അവരോട് അത് തന്നെ പറഞ്ഞു, എനിക്ക് ഇതാ ദൈവത്തോട് ചോദിക്കാനുള്ളത്. ഈ ഇന്ത്യയിൽ ഇത്ര ആവശ്യമുള്ളപ്പോ എന്നെ ദൈവത്തിന് ആഫ്രിക്കയിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്നാണ് എനിക്കും ദൈവത്തോട് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒത്തിരി പേര് ചോദ്യം ചെയ്യാൻ തുടങ്ങി, ടിജിന് ഇത് ഉറപ്പാണോ, ഇത് തന്നെ വേണോ, എന്താ ടിജിന് ഈ ആഫ്രിക്കയിൽ തന്നെ പോകണമെന്ന് ഇത്ര നിർബന്ധം എന്താ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒത്തിരി പേര് പറഞ്ഞു, ടിജിനെ നോക്കിയേ, ടിജിന് അങ്ങനെ ആഫ്രിക്കയിലേക്ക് വിളിയുണ്ടായിരുന്നു, ദൈവം തക്കതായ ഒരു തുണയെ ദൈവം ടിജിന് തരില്ലായിരുന്നോ? പക്ഷെ ഇതൊന്നും നടക്കാതിരിക്കുന്നത് അതെന്തോ ഒരു തടസ്സം പോലെയാണ്. ടിജിന് ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഇത് ഉറപ്പാണോ എന്ന്. പല എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് വരെ ഇങ്ങനെ എന്നോട് ചോദ്യം ചോദിച്ചു. കാരണം അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്നോടുള്ള ആത്മാർത്ഥം കൊണ്ടും ആട്ടോ. അപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ടിജിൻ ഒരു പണി, ടിജിൻ ആരോടും പറയണ്ട, ആഫ്രിക്ക പോകുന്ന കാര്യം പറയണ്ട, ടിജിൻ കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണ് എന്തായാലും ആഫ്രിക്കയിലേക്ക് ടിജിൻ്റെ കൂടെ വരണ്ടത്. അപ്പൊ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, അങ്ങനെയില്ല, ദൈവം എനിക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള തുണയെ ദൈവം എനിക്ക് തരും എന്ന്, ഇല്ലെങ്കിൽ ഞാൻ ഒരു ആഫ്രിക്കക്കാരിനെ കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു തീരുമാനം ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് കല്യാണം കഴിക്കുന്നില്ല, ഒറ്റയ്ക്ക് തന്നെ സിംഗിൾ ആയിട്ട് തന്നെ ഞാൻ ട്രെയിനിങ്ങിന് IMലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലായി. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സിസ്റ്റർ കല്യാണമൊന്നും റെഡിയാകുന്നില്ല, അതുകൊണ്ട് ഞാൻ സിംഗിൾ ആയിട്ട് തന്നെ വരികയാണ്. അപ്പൊ അവരും പറഞ്ഞു ഓക്കെ ഫൈൻ, ടിജിനോട് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പറഞ്ഞോളൂ, ഇറ്റ്സ് ഓക്കെ, അത് വർക്ക് ആവുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. അങ്ങനെ ഞങ്ങൾ ആ കല്യാണം കഴിക്കുക എന്നുള്ള പ്ലാൻ തന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മെറിന്റെ പ്രൊപ്പോസൽ വരുന്നത്. മെർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പാസ്റ്റർ KK മാത്യു എന്ന് പറഞ്ഞ വയനാട്ടിലെ ഒരു കർത്താവിന്റെ ദാസന്റെ മകളാണ്, AGയിലെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെറിന്റെ പ്രൊപ്പോസൽ വരുന്നത്. അപ്പം ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ മെറിൻ ഓക്കെ പറഞ്ഞു എന്നാ പറഞ്ഞേ, മെറിനെ പോയി കാണാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇനി വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരു പെണ്ണാണ്, അങ്ങനെയാണ്. അപ്പൊ നോക്കുമ്പം PGയും കഴിഞ്ഞ് ജോലിയും ചെയ്യുന്ന ഒരു പെണ്ണാണ്. അപ്പൊ ശരി എന്നാ ഓക്കെ പോയി നോക്കാന്ന് പറഞ്ഞ് എനിക്കൊരു ഉറപ്പുമില്ല ഇത് നടക്കുന്നുള്ള ഒരു ഉറപ്പില്ല, ശരി ഏതായാലും പോയി നോക്കാം എന്നുള്ള ഇതിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ മെറിന് ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ആഫ്രിക്കയിലേക്ക് മിഷണറി ആയി പോകണം.
അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മിഷൻ കോൺഫറൻസിൽ അവളുടെ ജീവിതത്തെ ആഫ്രിക്കയിലേക്ക് മിഷണറിയായി പോകാൻ വേണ്ടി സമർപ്പിക്കാനിടയായത്. PG വർഗീസ് സാറിന്റെ നടത്തിയ ഒരു മിഷൻ കോൺഫറൻസിൽ അവർ ആഫ്രിക്കയെ പ്രസന്റ് ചെയ്തിട്ട് ആഫ്രിക്കയിലേക്ക് ആരൊക്കെ മിഷണറിയായി പോകാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ് സമർപ്പിച്ചതാണ്. അപ്പൊ മെറിനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, മെറിനും അറിയില്ല ഇത് എങ്ങനെ നടക്കുമെന്ന്. പക്ഷെ മെറിനും പൂർണ്ണ സമർപ്പണമായിരുന്നു ആഫ്രിക്കയിലേക്ക് പോകണം എന്നുള്ളത്. അപ്പൊ മെറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ദൈവമേ എന്നെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഒരു തുണയെ നീ എനിക്ക് തരണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ദൈവമേ എന്റെ കൂടെ ആഫ്രിക്കയിലേക്ക് വരുന്നത് പോലെ, എന്റെ കൂടെ ആഫ്രിക്കയിലേക്ക് വരാൻ തയ്യാറാകുന്ന പോലത്തെ ഒരു തുണയെ ദൈവമേ നീ എനിക്ക് തരണം. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ഞങ്ങളെ ഒരുമിപ്പിക്കാനിടയായി തീർന്നു. അങ്ങനെ 2016 വർഷം ഞങ്ങൾ വിവാഹിതരായി. ഇതൊരു ഭയങ്കര ഒരു മിറക്കിളായി പോയി. ഇതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടുകാരും എല്ലാവരും ആഫ്രിക്കയിലേക്ക് എനിക്ക് വിളി ഉണ്ടെന്നുള്ളത് വിശ്വസിക്കാൻ തുടങ്ങിയത്. അന്നേരം പിന്നെ അത്രയും കാലം ചോദ്യം ചെയ്തവരൊക്കെ പറയാൻ തുടങ്ങി, ടിജിൻ ആഫ്രിക്കയിലേക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ടിജിനെ ആഫ്രിക്കയിലേക്ക് വിടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർക്കും അതൊരു ഉറപ്പായ ഒരു കൺഫർമേഷൻ ആക്കി ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങള് വിവാഹത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ നോർത്ത് ഇന്ത്യയിൽ ഹരിയാനയിലേക്ക് അവരൊരു മിഷൻ എക്സ്പോഷറിന് വേണ്ടി ഞങ്ങൾ അവിടേക്ക് വിട്ടു. ഏകദേശം 8 മാസത്തോളം അവിടെയായിരുന്നു. അതിനുശേഷം IIMന്റേതായ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് 6 മാസത്തോളം ട്രെയിനിങ് തന്നു. ഈവൻ ദോ 1 വർഷം മതിയെന്ന് അവർ പറഞ്ഞെങ്കിലും ഏകദേശം 2 വർഷത്തോളം അതിന്റെ പ്രോസസ്സ് നീണ്ടു വന്നു. അതൊക്കെ പറയാൻ നിന്നാൽ അതൊരു വലിയ സ്റ്റോറി ആയി പോകും, നിങ്ങൾ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് കട്ട് ഷോട്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി പ്രോസസ്സും ഒത്തിരി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാനയിൽ, വെസ്റ്റ് ആഫ്രിക്കയിൽ ഗാനയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരു കപ്പിളിന് ആവശ്യമുണ്ട് എന്ന് ഗാനക്കാര് പറയുന്നത്. അപ്പോഴാണ് ഞങ്ങളും അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹത്തോടെ അങ്ങനെ ആയിരുന്ന സമയത്താണ്. അങ്ങനെ ഇതെല്ലാം ഏകദേശം ഉറപ്പായി. ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് 2018 വർഷം സെപ്റ്റംബർ മാസം 18-ാം തീയതി ആയിരുന്നു ഞങ്ങൾ ഗാനയിലേക്ക് പോകേണ്ടത്. ടിക്കറ്റ് എല്ലാം റെഡിയായി. ഞങ്ങൾക്ക് ചർച്ച് സെൻഡ് ഓഫ് തന്നു, ഞങ്ങളുടെ സ്വന്തക്കാർ സെൻഡ് ഓഫ് തന്നു. IIM ഞങ്ങൾക്ക് സെൻഡ് ഓഫ് തരാൻ വേണ്ടി ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി നിൽക്കുവാണ്. തിങ്കളാഴ്ചയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഒരു തിങ്കളാഴ്ചയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾക്ക് സിംഗപ്പൂരിൽ നിന്ന്, SIMന്റെ സിംഗപ്പൂർ ഓഫീസിൽ നിന്ന് ഒരു മെയിൽ വരുവാണ്. ടിജിന്റെ ഇനിഷ്യൽ ഫണ്ട്, അതായത് ഇവിടെ വന്നിട്ട് വിസ എടുക്കാൻ, ഇപ്പൊ നിങ്ങൾ ടിക്കറ്റിന്റെ പൈസ, പിന്നെ വീട് എടുക്കാൻ, ഒരു ബൈക്ക് മേടിക്കാൻ, ഇത്രയും ആവശ്യങ്ങൾക്കുള്ള പൈസ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ടിജിൻ വരണ്ട, ടിജിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. പോവാൻ എല്ലാം തയ്യാറായി നിൽക്കുന്ന സമയത്താണ്, ഞങ്ങൾ പാക്കും ചെയ്ത സമയത്ത്. അപ്പൊ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ ഹിതമെങ്കിൽ അങ്ങ് വഴി തുറക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾ പോയില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളുടെ നാണക്കേട് ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. ഈ സമയത്തൊക്കെ സിംഗപ്പൂരിൽ നിന്ന് മെയിൽ വരുന്നുണ്ട്, ടിജിൻ പ്ലീസ് ക്യാൻസൽ യുവർ ടിക്കറ്റ്സ്, പ്ലീസ് ക്യാൻസൽ യുവർ ടിക്കറ്റ്സ് എന്ന് സിംഗപ്പൂരിൽ നിന്ന് മെയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂർ എത്തി. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് സെൻഡ് ഓഫ് ഒക്കെ തന്നു. വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. തിങ്കളാഴ്ച രാവിലെ ഒരു 10 മണിയായപ്പം ആസ്ട്രേലിയയിൽ നിന്ന് ആരോ ഒരു വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ മുഴുവൻ തുക, അത് ഒരു വലിയ തുകയാണ്, ആ മുഴുവൻ തുകയും ഞങ്ങൾക്ക് വേണ്ടി സിംഗപ്പൂരിലെ ഓഫീസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. അങ്ങനെ അതൊരു അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തിയായിരുന്നു. കാരണം അത് നടക്കില്ല എന്ന് ഓർത്തിരുന്ന സമയത്തായിരുന്നു ദൈവം പ്രവർത്തിച്ചത്. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവസാന നിമിഷത്തിലാണ് നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ വരുമ്പോഴേ നമ്മൾക്കും അറിയുള്ളൂ ഇത് ദൈവ പ്രവർത്തിച്ചത്. ഇല്ല നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതങ്ങനെ അങ്ങനെയൊക്കെ നടന്നുപോയിരുന്നു. പക്ഷെ ഈ അവസാന നിമിഷം നടക്കുന്നത് ഒന്ന് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്, നമ്മുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവർക്കും മനസ്സിലാവുകയാണ് എന്താ ഇത് ദൈവത്താലാണ് സംഭവിച്ചത്, ഇതൊരിക്കലും മാനുഷികമല്ല എന്നുള്ളത് അവർക്കും മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സെപ്റ്റംബർ മാസം 18-ാം തീയതി 2018 വർഷം ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറുക. അതേ ഡേറ്റിന് തന്നെ ഞങ്ങൾ ഗാനയിലേക്ക് എത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2012 വർഷം ദൈവം എനിക്ക് കാണിച്ചു തന്നൊരു സ്വപ്നം, 6 വർഷത്തിന് ശേഷം ദൈവം തന്നെ അത് നിവർത്തിക്കുവാൻ ഇടയായി തീർന്നു. 6 വർഷത്തിന് ശേഷം ദൈവം തന്നെ. ഇതിന്റെ പുറകിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, ഞാനോ എന്റെ വൈഫോ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ദൈവമായിട്ട് കൊണ്ടത്. ഇതിന്റെ പുറകിൽ ഇനിയും അത്ഭുതങ്ങൾ പറയാൻ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അത്ഭുതങ്ങളിലൂടെ മാത്രമാണ് ദൈവം തന്നെ ഞങ്ങളെ 2018 വർഷം അവിടെ എത്തിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ വൈഫിന്
നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈവം കൊടുത്ത ഒരു ആഗ്രഹം, ഹൃദയത്തിൽ കൊടുത്ത ഒരു ആഗ്രഹം, ഹൃദയത്തിൽ കൊടുത്ത ഒരു ദർശനം, അത്രയും വർഷങ്ങൾക്ക് ശേഷം ദൈവം അത് നിവർത്തിക്കാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ആമേൻ. അതാണ് താൻ വചനം പറയുന്നത് ഇങ്ങനെയാ, 1 തെസ്സലോനിക്കർ 5:24 പറയുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ആമേൻ. അവൻ അത് നിവർത്തിക്കും. നമ്മുടെ ദൈവം, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ, നമ്മൾ ഇന്ന് പാട്ട് പാടിയതുപോലെ എന്താണ്, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട വരികയില്ല, അവൻ എന്നെ പിരികയില്ല. അവൻ അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, അല്ലെ? ആമേൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ഒരു സ്വപ്നം കാണിച്ചു തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേലുണ്ട്, പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ പശ്ചാത്തലം, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയൊക്കെ നോക്കി അയ്യോ അതൊരിക്കലും നടക്കത്തില്ല, ഇതൊരിക്കലും സാധ്യമാകത്തില്ല എന്നോർത്താ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ആമേൻ, ഇന്ന് ഈ വൈകുന്നേര സമയം ദൈവം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തോടെ ചുവടെടുത്ത് നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും, ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുകയും, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത്, ആമേൻ, ദൈവം ആ തന്നിരിക്കുന്ന ദർശനത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന വാക്തത്വത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുകയും ദൈവം നിങ്ങളെ അവിടെ എത്തിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ആരെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല, വെറുതെ വിളിച്ചിട്ടില്ല. റോമർക്കെതിരെ 8:28 പറയുന്നത് എന്താ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അപ്പൊ നമ്മളെ എല്ലാവരെയും ദൈവം ഒരു നിർണയത്തോടെ, ഒരു ഗോൾ, ഒരു വിഷനോട് കൂടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ വിഷനും ആ ഗോളിനും ഇതായിട്ടുള്ള ദർശനങ്ങളും സ്വപ്നങ്ങളും വാക്തത്വങ്ങളുമാണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ അതിൽ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ചൂടുകൾ എടുത്തു വെച്ച് നമ്മൾ ആ ദൈവം ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ആ നിർണയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. പക്ഷെ അതിന് ദൈവത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, ആ ഒരു വിശ്വാസത്തിന്റെ ഒരു ചുവടാണ്. ഇപ്പൊ അബ്രഹാമിന് ദൈവം എന്തുണ്ട്, അബ്രഹാമിന് ദൈവം വാക്തത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ അബ്രഹാം ആ വാക്തത്വങ്ങൾ നിറവേറുന്നത് അബ്രഹാമിന് കാണണമെങ്കിൽ അബ്രഹാം ചെയ്യേണ്ട ഒരു കാര്യം എന്താ, ഊർ എന്ന ദേശം വിടണം. ആ ഊർ എന്ന ദേശം വിടുക എന്നുള്ളത് അത് അബ്രഹാമിന്റെ ഉത്തരവാദിത്തമാണ്. അത് വിടാൻ തയ്യാറായാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്തത്വങ്ങളെല്ലാം നിറവേറി അബ്രഹാമിന് കാണാൻ പറ്റും. അതേപോലെ നോഹയുടെ കഥ എടുത്താലും, നോഹയ്ക്കും കുടുംബത്തിനും പ്രളയം വരുന്നുണ്ട്. ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നോഹ എന്ത് ചെയ്യണം, പെട്ടകം പണിയുവാൻ, ആ ഒരു വിശ്വാസത്തിന്റെ ചുവടായിട്ട് പെട്ടകം പണിയുവാൻ നോഹ എന്ത് ചെയ്യണം, തയ്യാറാകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നോഹയും കുടുംബവും രക്ഷ പ്രാപിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വാക്തത്വങ്ങൾ നൽകിയിട്ടുണ്ട്, ദർശനങ്ങളുണ്ട്, ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പദ്ധതികളുണ്ട്. പക്ഷെ അവിടെ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിന്റെ ചുവട് നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാ. ആ ഒരു വിശ്വാസത്തിന്റെ ചുവട് നമ്മൾ എടുത്തു വെക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ലാത്തൊരു സമയത്താണ് ദൈവം എനിക്ക് സ്വപ്നം കാണിച്ചു തരുന്നത്. പല കാര്യങ്ങളും അസാധ്യമായിട്ട് തോന്നിയെങ്കിലും ദൈവം അതെല്ലാം സാധ്യമാക്കി തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആഫ്രിക്കയിൽ എത്തുന്നത്. ആഫ്രിക്കയിലെത്തി. ആ സമയത്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ ഗാന എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനെ ഗാനയിൽ കടന്നു വരുവാനും, ഗാനയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അക്രയാണ്. അക്രയിൽ നിന്നും ഏകദേശം 800 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകണം ഞങ്ങൾ വേല ചെയ്ത സ്ഥലത്തെത്താൻ. 800 കിലോമീറ്റർ തുമു എന്ന് പറയും. അതെന്ന് പറയുന്നത് അതിന്റെ തൊട്ട് മുകളിലുള്ള രാജ്യത്തിന്റെ ഒരു ബോർഡർ ആയിട്ട് വരും. അവിടെ ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ കുറവാണ്, റോഡ് മോശമാണ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കുറവാണ്, ജനങ്ങളെല്ലാം വളരെ പാവപ്പെട്ട ജനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ. ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വരണമെങ്കിൽ ഞങ്ങൾ 800 കിലോമീറ്റർ യാത്ര ചെയ്ത് അക്രയിൽ വരേണ്ട അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ദൈവം ഞങ്ങൾ അവിടെ കൊണ്ടുവന്നൊക്കെ ഇടയായി. അവിടെ ചെന്നിട്ടും എന്താ പറയാ, നമ്മളിപ്പം അത്രമാത്രം ദൈവം ദർശനമൊക്കെ തന്ന് നമ്മളെ കൊണ്ടുപോകുമ്പം നമ്മൾ ഫുൾ ഫയറിലായിരിക്കും, അല്ലെ? നമ്മുടെ അവിടെ ചെന്ന് ഞാൻ ആഫ്രിക്ക തലകീഴായി മറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നമ്മുടെ ആ ഒരു കാൽച്ചുവട് ഗാനയിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഒരു ഫീൽഡിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഫീൽഡ് അവിടെ ചെല്ലുമ്പം നമ്മളോട് പറയുന്ന മിണ്ടാതിരുന്ന് 1 വർഷം ഇവിടെ ഉള്ളവർക്ക് ഒബ്സർവ് ചെയ്യ്, ലാംഗ്വേജ് പഠിക്ക്, സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്ക്, മിനിസ്ട്രി ഒന്നും ഇപ്പൊ ചെയ്യരുത് എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ആകെ ഡിസപ്പോയിന്റ് ആയിപ്പോയി. അയ്യോ, നമ്മൾ ഇത്രയും ചെയ്യാന്നൊക്കെ ഓർത്തു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെ ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ അവിടെ ഭാഷ പഠിക്കാനും അതിനൊക്കെ ആയിട്ട് സമയം ചെലവാക്കി. പക്ഷെ അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഞങ്ങളെ പഠിപ്പിക്കുവാനിടയിൽ തീർന്നു. പ്രത്യേകിച്ച് ക്ഷമ.
ദൈവം ഞങ്ങളെ ക്ഷമയാണ് ആദ്യം പഠിപ്പിച്ച കാര്യം. ഇപ്പം പാസ്റ്റർക്കാണെങ്കിൽ അറിയാം, ഏത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരും നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടും വളരെ പാഷനേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ ദൈവം നമ്മളെ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് ക്ഷമയായിരിക്കും. അപ്പം അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് പഠിച്ചെടുക്കേണ്ടി വന്നു. അങ്ങനെ ക്ഷമയോടുകൂടി 1 വർഷത്തോളം ആയിരുന്നു അവിടെ ഭാഷ പഠിക്കുവാനും സുഹൃത്തുക്കൾ ഉണ്ടാക്കുവാനും അവിടുത്തെ കൾച്ചറൊക്കെ പഠിച്ചെടുക്കുവാൻ തൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇത് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് അതിനുശേഷം ഞാൻ മിനിസ്ട്രി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് പിള്ളേരുടെ മിനിസ്റ്റർ ചെയ്യണം എന്നായിരുന്നു. ടു വർക്ക് അമോങ് ചിൽഡ്രൻ, അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതായത് സഭകളിൽ ആൾക്കാരെ ട്രെയിൻ ചെയ്ത് അവരുടെ വീടുകളിൽ കിഡ്സ് ക്ലബ്ബ് തുടങ്ങാൻ. അപ്പം ഗാന എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ നേഷനാണ്. ഏകദേശം 70% ഓഫ് ദ പോപ്പുലേഷൻ ആർ ക്രിസ്ത്യൻസ്. പക്ഷെ ഈ ക്രിസ്ത്യൻ പോപ്പുലേഷൻ മുഴുവൻ സൗത്തിലാണ് തിങ്ങിക്കൂടിയിരിക്കുന്നത്. നോർത്തിലേക്ക് നമ്മൾ പോകുന്തോറും ചർച്ചസ് ഡിസപ്പിയർ ആവാൻ തുടങ്ങും, മോസ്ക്സ് അപ്പിയർ ആകാൻ തുടങ്ങും. ഞങ്ങൾ നോർത്തിലായിരുന്ന സ്ഥലത്ത് 15% ക്രിസ്ത്യൻസ് ഉള്ളൂ, 85% മുസ്ലിംസ് ആയിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അപ്പം മുസ്ലിംസ് അറിയാം, നമ്മൾ ചർച്ചകളിലേക്ക് അവർ വരത്തില്ല. അതുകൊണ്ട് വീടുകളിൽ തന്നെ പിള്ളേർക്ക് വേണ്ടി കിഡ്സ് ക്ലബ്ബ് തുടങ്ങാൻ വേണ്ടി ചർച്ച് മെമ്പേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമായിട്ടാണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ അതിനുവേണ്ടി പ്ലാൻ ചെയ്തു, എല്ലാം പ്രിപ്പയർ ചെയ്തു. പക്ഷെ ഒന്നും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. ഒന്നും ഞങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ടീം ലീഡർ ഞങ്ങളോട് ചോദിച്ചു, എന്താ ടീച്ചറെ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലോ എന്ന് ഞങ്ങൾ ടീം ലീഡറും ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അപ്പോഴാണ് ദൈവം ഞങ്ങളെ കാണിച്ചു തന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്നുള്ളത് ദുരുപദേശം. അതായത് ആഫ്രിക്കയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത് ദുരുപദേശമാണ്. ദുരുപദേശത്തിന്റെ ബർത്ത് പ്ലേസ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഈ 15% സഭകളിലും മിക്ക സഭകളിലും നടക്കുന്നതും ദുരുപദേശമാണ്. അപ്പൊ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന ഒരു ഭാരമാണ്, ഇവർക്ക് യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കുത്തിയിരുന്ന് പഠിക്കുവാനും അതുപോലെ ദൈവം ഞങ്ങൾക്ക് ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ ആ ക്ലാസ്സസ് ഞങ്ങൾ ചർച്ചസിൽ എടുക്കാൻ തുടങ്ങിയപ്പോൾ ചർച്ചസിൽ മാറ്റം കാണുവാൻ ഞങ്ങൾ തുടങ്ങി. ജനങ്ങളിൽ ഒരു മാറ്റം കാണുവാൻ തുടങ്ങി. സത്യസുവിശേഷം അവർ മനസ്സിലാക്കുക. ഈവൻ ദോ 10-20 വർഷമായിട്ട് സഭ വരുന്നവരാണെങ്കിൽ അവർക്ക് അപ്പോഴാണ് ഇതാണ് സത്യസുവിശേഷം, അപ്പൊ ഇത്രേ ഉള്ളൂ, അപ്പൊ ഈ പ്രവാചകന്മാർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞേക്ക് വെറുതെ അല്ലേ. അങ്ങനെ അവർ യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അപ്പം പിന്നീട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഗ്രാമങ്ങളിൽ പോകണം എന്നുള്ളത്. കാരണം ഗ്രാമങ്ങളിൽ ചർച്ചകളില്ല. അവിടെ ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ തന്നെ അവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കി കളയും. കാരണം ഫുൾ മുസ്ലിങ്ങളാണ്. അപ്പൊ അവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കി കളയും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ സ്കൂളുകളിലൊക്കെയാണ് അവർ ഗ്യാദർ ചെയ്യുക. അങ്ങനെ ഈ ക്ലാസ് അതൊരു 5 ക്ലാസ് സീരീസ് ആണ്. ഈ ക്ലാസ്സിലൂടെ യഥാർത്ഥ സുവിശേഷം എന്താണ്, യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നുള്ളതെല്ലാം പ്രസന്റ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതിലൂടെ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ തൊക്കണം ദൈവം ഞങ്ങളെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ ആ ഗ്രാമങ്ങളിൽ ഏകദേശം 10ഓളം ഗ്രാമങ്ങളിൽ ഞങ്ങൾ ചേർന്ന് ആ ക്ലാസ് നടത്തുകയും പിന്നീട് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് ഏകദേശം ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വൈഫിന്റെ ഡെലിവറിക്ക് വേണ്ടി ഞങ്ങൾ വീട്ടിൽ, കാരണം ഈ ഹോസ്പിറ്റലിന് വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു. ഞങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യയിലേക്ക് വന്നാലും ഞങ്ങൾക്ക് ചെലവ് കുറവാണ്. അത്ര പൈസയാവും ഇവിടെ ഞങ്ങൾ പ്രസവമൊക്കെ നോക്കണമെങ്കിൽ. ഇവിടെ അക്രയിൽ, അതായത് ഗാനയുടെ ക്യാപിറ്റലിൽ വന്ന് പ്രസവം നോക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആഫ്രിക്കയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഞാൻ ഓർത്ത് ആഫ്രിക്ക ദരിദ്ര രാജ്യമോ അപ്പം ഭയങ്കര ചീപ്പായിരിക്കും. പക്ഷെ ഇവിടുത്തെ അത്ര പ്രൈസ് വേറെ എവിടെയില്ല. അത്രയ്ക്കും എക്സ്പെൻസീവ് ആണ് ഇവിടെ ജീവിക്കുക എന്നുള്ളത്. അപ്പൊ ഞങ്ങള് ഇന്ത്യയിലേക്ക് പോയി. തിരിച്ചു വന്നപ്പം ഞങ്ങള് പ്ലാൻ ഉണ്ടായിരുന്നു, അതായത് ഇനിയും ഒത്തിരി ഗ്രാമങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുക എന്നുള്ളതും പിന്നെ അവിടെ ഒരു ഹോസ്റ്റൽ പണിയാം, അതായത് നീഡി ചിൽഡ്രൻസിന് വേണ്ടി ഒരു ഹോസ്റ്റൽ പണിയാം, അവരെ ഡിസൈപ്പിൾ ചെയ്തെടുക്കുക. അങ്ങനെ ഒത്തിരി പ്ലാനോടെയാണ് ഞങ്ങൾ മടങ്ങി വരുന്നത്. പക്ഷെ മടങ്ങി വന്ന് ഇവിടെ വന്നപ്പം ഞാൻ കഥ ചുരുക്കാൻ വേണ്ടി പറയാൻ, ദൈവം പെട്ടെന്ന് ഞങ്ങളോട് ഇടപെടുകയാണ്. ഇവിടുത്തെ നിങ്ങളുടെ വർക്ക് തീർന്നു, നിങ്ങൾ ഇനി അക്രയിലേക്ക്, ഗാനയുടെ ക്യാപിറ്റലായ അക്രയിലേക്ക് നിങ്ങൾ പോകണം.
ഞാൻ കഥ ചുരുക്കി പറഞ്ഞാണ്, ഇതിന്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, അക്രയിലേക്ക് പോണമെന്ന് പെട്ടെന്ന് ദൈവം ഞങ്ങളോട് ഇടപെട്ടു. അപ്പൊ ഞങ്ങൾക്ക് ദൈവം അക്രയില് പക്ഷെ തുമ്മൂല് ഇനിയും വർക്ക് ചെയ്യാനുണ്ട്, ഇത്രയും പേര് ഇനി രക്ഷയിലേക്ക് നയിക്കാനുണ്ട്. പക്ഷെ ദൈവം പിന്നെയും ഇടപെടുകയാണ്, അക്രയിലേക്ക് നിങ്ങൾ പോകണം. അപ്പൊ ഞങ്ങൾ ഓർഗനൈസേഷനെ വിളിച്ചു പറഞ്ഞു, SIM വിളിച്ചു പറഞ്ഞു, ദൈവം ഞങ്ങളോട് ഇങ്ങനെ ഇടപെടുകയാണ് അക്രയിലേക്ക്. അപ്പം എടുത്ത വടെ പിടിച്ച വടെ ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഡയറക്ടർ പറഞ്ഞു, ടിജിൻ, ഇഫ് യു വാണ്ട് ടു മൂവ് ടു അക്ര, നിങ്ങൾക്ക് അക്രയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ SIM വിടണം. കാരണം SIM അക്രയിൽ വർക്കില്ല. SIM ഫുൾ വർക്ക് നോർത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അക്രയിൽ വർക്കില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഓക്കെ വേണ്ട വിട്ടു. അങ്ങനെ വീണ്ടും ഇരിക്കുമ്പോൾ പിന്നെയും ഭയങ്കര ഡിസ്റ്റർബൻസ്, നിങ്ങൾ അക്രയ്ക്കിൽ പോയേ പറ്റൂ എന്നുള്ളതിൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഡയറക്ടറെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ഒരു പ്രേരണയാണ് അക്രയിലേക്ക് മാറുന്നുള്ളത്, ഞങ്ങൾക്ക് ഒരു 1 month ടൈം തരുമോ, ഞങ്ങൾ ഒന്ന് അക്ര വന്ന് നിന്ന് നോക്കട്ടെ, ലൈക്ക് ഇനി അത് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ. ആ സമയത്ത് ഒരു ഇന്ത്യൻ ചർച്ച്, അതായത് ഇന്ത്യൻ ചർച്ച് എന്നില്ല, ജസ്റ്റ് ഒരു ഗാദറിങ്, ഒരു ഇന്ത്യൻ ഗാദറിങ്, അവരൊരു മെഗാ ചർച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന അവര് ഫുൾ പുറത്തു വന്നിട്ട് അവര് പറഞ്ഞു, ടിജിൻ ഞങ്ങളുടെ പാസ്റ്ററായിട്ട് വരാവോ. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ഫൈൻ, എന്നാ അവിടെ പാസ്റ്ററായിട്ട് നമുക്ക് പോവാം, മേ ബി അതൊരു ഓപ്പണിംഗ് ആയിരിക്കും ദൈവം തരുന്നത് ഞങ്ങൾക്ക് അക്രയിലേക്ക് വരാൻ വേണ്ടി. അങ്ങനെ ഞാൻ അക്രയിൽ വന്നു. 1 മാസത്തോളം അവിടെ നിന്ന സമയത്ത് ഞങ്ങൾ ഈ ഗാദറിങ്ങിൽ പോയപ്പോഴത്തേക്കും ഈ ഗാദറിങ്ങിനെ ഓൾറെഡി വേറൊരു പ്രൊഫറ്റ് അവരെ ഓൾറെഡി കൺട്രോളിൽ എടുത്തു. പ്രൊഫറ്റിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബെർണാഡ് ബ്ലെസ്സിങ്സ്. അറിയില്ല, ബെർണാഡ് ബ്ലെസ്സിങ്സിന് കേട്ടല്ലോ. ഓക്കെ, ബെർണാഡ് ബ്ലെസ്സിങ്സ് ഓൾറെഡി ആ കോൺഗ്രിഗേഷനെ കൺട്രോളിൽ എടുത്തു. അപ്പൊ ഞാൻ ചെന്ന് അവിടെ ഒരു വിശ്വാസിനെ പോലെ ഇരുന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ബെർണാഡ് ബ്ലെസ്സിങ്സിന്റെ ഒരു മെസ്സേജ് ഒക്കെ കേട്ട് ഞാൻ തിരിച്ചു വരും. അപ്പൊ ബെർണാഡ് ബ്ലെസ്സിങ്സിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ വന്നത്. കാരണം അദ്ദേഹം അവരെയൊക്കെ എടുത്ത് ഒരു ഇതിലാക്കിയപ്പോഴാണ് ഇവര് പറയുന്നത്, ടിജിനും ഞങ്ങൾക്ക് മിനിസ്റ്റർ ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്കും ഒരു എക്സ്ട്രാ ഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പൊ ഞങ്ങൾ ഉറപ്പിച്ചു, ഓക്കെ ഫൈൻ, വി ആർ ഗോയിങ് ബാക്ക് ടു തുമു, നത്തിങ് എൽസ്. തുമ്മുല് ബുദ്ധിമുട്ടാണ്, മീൻസ് നമുക്ക് ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനുള്ള ആഹാരം കിട്ടത്തില്ല, പിള്ളേർക്ക് കളിക്കുന്ന സ്ഥലം ഒന്നുമില്ല, ഫുൾ ഗ്രാമാന്തരീക്ഷമാണ്, പാവപ്പെട്ട ആൾക്കാരാണ്, നമുക്ക് വേറൊരു എന്റർടൈൻമെന്റോ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ദൈവിക സമാധാനമുണ്ട്. ഓക്കെ, വി ആർ ഗോയിങ് ബാക്ക്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ദൈവം വീണ്ടും ഇടപെടുകയാണ്, ഇല്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, യു ട്രസ്റ്റ് മീ, ഐ വിൽ മേക്ക് ദ പാത്ത് സ്ട്രേറ്റ് ഫോർ യു. പക്ഷെ വലിയ പ്രശ്നം എന്താ അറിയോ, ഞങ്ങള് നിൽക്കുന്നത് ബൈ ഫെയ്ത്ത് ആണ്. ഞങ്ങൾക്ക് അങ്ങനെ പെർമനന്റ് സപ്പോർട്ടേഴ്സ് ആയിട്ട് ആരും ഇല്ല. ഇപ്പം വൈറ്റ് പീപ്പിൾ വരുമ്പം അവര് സപ്പോർട്ടൊക്കെ റേസ് ചെയ്തിട്ടാ വരുന്നത്. നമുക്ക് അങ്ങനെയില്ല, നമ്മൾ അങ്ങനെ റേസ് ചെയ്തിട്ടില്ല, വി ആർ ഹിയർ ബൈ ഫെയ്ത്ത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് SIM വിടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ അത് SIM-ലൂടെയാണ് വരുന്നത് ഞങ്ങൾക്ക്. അപ്പൊ SIM വിടേണ്ടി വരും. ഈ ചർച്ചുകാരും ഞങ്ങളെ നോക്കുന്ന മട്ടില്ല. അക്രയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് 10-50,000 രൂപ കുറഞ്ഞ വാടക കുറഞ്ഞ ഒരു വീട് നമുക്ക് കിട്ടില്ല, അത്യാവശ്യം നല്ലൊരു വീട് വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ എന്റെ ചോദ്യം, ദൈവമേ, ഹു വിൽ ടേക്ക് കെയർ ഓഫ് അസ്? ഞങ്ങൾക്ക് 2 പിള്ളേരും ഉണ്ട്, എന്താ ചെയ്യുക? ഞങ്ങൾ അക്രയിൽ ഞങ്ങൾ ആരെ നോക്കുക? ഞങ്ങൾക്ക് ആരെ അറിയത്തില്ല അക്രയില്. അപ്പം പക്ഷെ ദൈവം വീണ്ടും വീട് ഇടുന്ന ഒറ്റ കാര്യമുള്ളൂ, ട്രസ്റ്റ് മീ, ഐ വിൽ മേക്ക് ദ പാത്ത് സ്ട്രേറ്റ് ഫോർ യു. അപ്പം ഞാൻ പണ്ട് പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ ദൈവം എന്നെ ഓർപ്പിക്കുകയാണ്, വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിച്ചതൊക്കെ. അപ്പൊ അതിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മാൻ സേസ് ഷോ മീ ആൻഡ് ഐ വിൽ ബിലീവ്, ബട്ട് ഗോഡ് സേസ് ബിലീവ് മീ ആൻഡ് ഐ വിൽ ഷോ യു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വീണ്ടും എന്നോട് ദൈവം അതുപോലെ പല ആൾക്കാരിലൂടെയും ചർച്ചയിൽ ചെല്ലുമ്പോൾ കേൾക്കുന്ന മെസ്സേജ് എല്ലാം ഇത് തന്നെ. അങ്ങനെ ഒരു സൺഡേ ഈവനിങ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ കരഞ്ഞ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ദൈവമേ, SIM ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഈ ചർച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ആര് ഞങ്ങളെ ടേക്ക് ചെയ്ത് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ നീ ഞങ്ങളോട് പറയുന്നു ഇവിടെ നിൽക്കാൻ. അങ്ങയുടെ ഒറ്റ വാക്കിൽ ഞാനത് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇവിടെ നിൽക്കാൻ ഞാൻ ഇന്ന് തീരുമാനം എടുക്കുക എന്ന് ഞാൻ ആ ഈവനിങ് ഞാൻ കരഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പൊ അതുവരെ എന്റെ വൈഫും പറഞ്ഞു, നമ്മൾ തുമ്മു പോവാ. അത് തന്നെയായിരുന്നു. തുമു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്തിന്റെ പേരാട്ടോ. ഓക്കെ, തുമു പോവാ എന്നുള്ള ഒറ്റ ഇത് തന്നെ. പക്ഷെ അന്ന് ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്റെ വൈഫിനോട് പറഞ്ഞപ്പോ വൈഫും പറഞ്ഞു, ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു ഇന്ത്യൻ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയാണ്, പുള്ളി എന്നെ ടിജിനേട്ടാന്നാ വിളിക്കാറ്.
പുള്ളി ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാ. പുള്ളി ഈ ചർച്ചിന്റെ ഭാഗമല്ല കേട്ടോ. പുള്ളി എന്നെ വിളിച്ചിട്ട് പറയാ, ടിജിനേട്ടാ, ഞാൻ ടിജിനേട്ടന് വീട് എടുത്തു തരാം മക്രയില് എന്ന്. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പക്ഷെ ഒത്തിരി പൈസയാവും. അതൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അത് ദൈവം എന്നോട് ഇടപെട്ട കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് വീട് എടുത്തു തരാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന നല്ലൊരു വീട് അവൻ ഞങ്ങൾക്ക് എടുത്ത് 2 ദിവസത്തിനുള്ളിൽ നടന്ന ആദ്യ അത്ഭുതമാണ്. ഞങ്ങൾ ആര് നോക്കും എന്ത് ചെയ്യും എന്ന് അറിയാതെ ഇരുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് SIM-ൽ ഞാൻ പറഞ്ഞു, പെന്നി എന്നാണ് ഞങ്ങളുടെ ഡയറക്ടർ, ഒരു സി പെന്നി, ലൈക്ക് ദിസ് ഇസ് വാട്ട് ഗോഡ് ഈസ് ടെല്ലിങ് അസ്, ഞങ്ങൾ ആ ഡിസിഷൻ എടുക്കുകയാണ്, വി ഹാവ് നോ അതർ ഓപ്ഷൻ. അപ്പൊ പെന്നി പറഞ്ഞു, ലൈക്ക് ഓക്കെ ഫൈൻ, ദൈവം നിങ്ങളോട് അങ്ങനെ സംസാരിക്കുക, അങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പെന്നി വിളിച്ചു പറയാ, ടിജിൻ, SIM-ന്റെ ഒരു വിഷൻ എന്നുള്ളത് മോബിലൈസേഷൻ ഓഫ് ചർച്ചസ് ഇൻ അക്ര. കാരണം ഈ ചർച്ചസ് ഇൻ അക്ര ഈ ഫാൾസ് ടീച്ചിങ്ങിൽ വീണ് അതിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർ ടീച്ചിങ്ങോ ഒരു മിഷൻ ചാലഞ്ചോ ഒന്നുമില്ല. ഇത്ര 70% ക്രിസ്ത്യൻസ് ആണെങ്കിലും മിഷനറീസിനെ സെൻഡ് ചെയ്യുന്ന കാര്യത്തില് ഇവർ വലിയൊരു ഫെയിലിയർ ആണ്. അക്രയിലെ ഗാനയിലെ അക്രയിലെ ചർച്ചസ് ഒരു വൺ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ തന്നെ അറിയാം, വൺ ഫെയിലിയർ ആണ്. സോ ടിജിൻ വിൽ യു ബി, അതായത് ടിജിൻ വില്ലിംഗ് ആണോ ആസ് എ മൊബിലൈസർ, SIM-ന്റെ ഒരു മൊബിലൈസർ ആയിട്ട് അക്ര വർക്ക് ചെയ്യാൻ ടിജിൻ വില്ലിംഗ് ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു യെസ്, ഐ എം വില്ലിംഗ് ടു ഡു ദാറ്റ്. അങ്ങനെ അപ്പം ദൈവം എന്നെ കൊണ്ടുവന്ന പാത എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ദുരുപദേശത്തിനെതിരെ ഒരു വലിയ ഫൈറ്റ് ചെയ്യാനാണ് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ അത്യാവശ്യം ഉണ്ടായിരുന്ന പൈസ കൊണ്ട് കിച്ചണിലെ സാധനങ്ങളും ഞങ്ങളുടെ ബെഡ്റൂമിലേക്കുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച്, വലിയ വീടാണ്, വീട് ഫുൾ എംപ്റ്റി ആണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഞങ്ങൾക്ക് വീട് എടുത്തു തന്ന അദ്ദേഹം അക്രയിലേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ കയ്യിലൊരു അക്രയിലേക്ക് വന്ന് അദ്ദേഹം നോക്കുമ്പോ, അയ്യോ ടിജിനേട്ടാ, ഇതെന്താ വീട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ലൈക്ക് എല്ലാ മാസവും നമുക്ക് ഇച്ചിരി മേടിക്കാം, അത് നടക്കുള്ളൂ. ഇല്ല, വാ നമുക്ക് ഇന്ന് തന്നെ പോണം എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ആവശ്യമുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തൊട്ട് ഡൈനിങ് ടേബിള്, കൗച്ച് തൊട്ട് ഞങ്ങളുടെ ഗസ്റ്റ് റൂമിലേക്കുള്ള ബെഡ്, ടേബിൾ, ഇൻക്ലൂഡിങ് ഞങ്ങളുടെ മൂത്ത മോൾക്കുള്ള സ്റ്റഡി ടേബിൾ അടക്കം എല്ലാം മേടിച്ചു തന്നു ഞങ്ങൾക്ക്. എന്നിട്ട് ഈവനിങ് ഞങ്ങൾ വലിയൊരു ട്രക്കിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യം ഞങ്ങളുടെ ഒരു ചെറിയ ട്രക്കിലാണ് ഉള്ളിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ വൈഫ് അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു, എന്തിനാ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചേ? അത് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് പുറകിൽ വലിയ ട്രക്ക് നിറച്ച് സാധനങ്ങൾ. അപ്പം മെറിന് അവിടെ നിന്ന് കരഞ്ഞുപോയി. സി ലൈക്ക് അതാ പറഞ്ഞേ, നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം, ആ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ചെയ്യുന്നത് ദൈവമാണ്. ആമേൻ. ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ, ആ വിശ്വാസത്തോടെ നമ്മൾ ആ ചുവടെടുത്ത് വെക്കുമ്പോൾ പ്രൊവിഷനൊക്കെ ദൈവത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു വിഷയമേ അല്ല. ഇപ്പം പലർക്കും പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പലർക്കും വിളിയുണ്ട്, അവർക്ക് ദൈവം ദർശനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളത് ഇതാണ്, ഒരു ഹിൻഡ്രൻസ് എന്നുള്ളത് ഇതാണ്. അയ്യോ, ആരെന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ അവിടെ പോയാൽ ആരെന്നെ നോക്കും, ഇല്ലെങ്കിൽ ആരെന്നെ കല്യാണം കഴിക്കും. ഇതെല്ലാം സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാ. ഇതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. അതും നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും ദൈവം നമുക്ക് വേണ്ടി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്ര വലിയ വീടൊക്കെ അക്രയിൽ എടുക്കാന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുമ്പോ ചെയ്തൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു പഴയ ബൈക്കാ. അദ്ദേഹം പറഞ്ഞു, ടിജിനേട്ടാ, അക്രയിലാ നിങ്ങൾക്ക് എപ്പോഴും വണ്ടി വേണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സിയാസ് കാറ് കൂടെ ഞങ്ങൾക്ക് തന്നിട്ടാ അദ്ദേഹം പോയത്. അദ്ദേഹം ആ കാറും തന്നിട്ട് അദ്ദേഹം ബസ്സിൽ കയറിയാ പോയത്. അപ്പൊ നോക്കിയേ, ദൈവം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താ? ട്രസ്റ്റ് മീ, ഐ വിൽ മേക്ക് ദ പാത്ത് സ്ട്രേറ്റ് ഫോർ യു. ആമേൻ. എന്നെ വിശ്വസിക്കാൻ ഞാൻ പാത എന്ത് ചെയ്യാം? നിരപ്പാക്കി തരാമെന്നാണ് ദൈവം പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്നവരെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എനിക്കറിയാം ഒത്തിരി പേരുണ്ട്, അവർക്ക് ദൈവം നല്ല ക്ലിയർ കട്ടായിട്ട് വിളിയുണ്ടെന്ന് അവർക്കും അറിയാം. പക്ഷെ എങ്കിലും അവരുടെ ചിന്ത മുഴുവൻ അവർക്കൊരു പേടിയോ, അയ്യോ ആര് സപ്പോർട്ട് ചെയ്യും? ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഇനി നിങ്ങൾക്കത് സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, എന്ത് വേണേലും ചെയ്തോ, അതിന്റെ നഷ്ടപരിഹാരം വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷെ നിങ്ങൾ
ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ. നിങ്ങൾ വിശ്വാസത്തോടെ ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും, ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും വലിയ സാക്ഷിയാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങൾക്കുള്ളത് ഒന്നും ഞങ്ങള് എന്താ പറയാ, ഞങ്ങൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ് ഇതാ ദൈവമേ, ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളെ അങ്ങനെ നാം മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ദൈവമാണ് ബാക്കിയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സംശയിച്ച് നിൽക്കണ്ട. നിങ്ങൾ ആരെങ്കിലും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ആ ഒരു ഉറച്ചൊരു ദൈവമേ, അടിയനെ ഇതാ, അടിയനെ അയക്കണമേ, ഞാൻ റെഡിയാണ് ദൈവമേ, എന്താ അടുത്ത സ്റ്റെപ്പ്, ഞാൻ ഐ എം വില്ലിംഗ് ടു മൂവ് ഫോർവേഡ് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം തീർച്ചയായും അത്ഭുതകരമായ വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. ഇന്ന് അനേകർക്ക് ഞങ്ങളുടെ സാക്ഷ്യം ഒരു അനുഗ്രഹമായിരിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതവും അനേകർക്ക് ഒരു അനുഗ്രഹമായി ദൈവം മാറ്റുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മടിച്ചു നിൽക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എത്ര ലക്ഷമാണെങ്കിലും എത്ര കോടിയാണെങ്കിലും അതൊന്നുമല്ല ദൈവം ചോദിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഉള്ളത് എന്താണോ അത് നിങ്ങൾ കൊടുക്കാൻ യു മസ്റ്റ് ബി വില്ലിംഗ് ടു ഗിവ് ദാറ്റ് ടു ഗോഡ്. അതായത് മർക്കോസ് വായിക്കുമ്പോ എന്താ, യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് തിന്മാൻ കൊടുപ്പിൻ. അതാണ് അവർക്കുള്ള ദർശനം, അവരെ കുറിച്ചുള്ള അപ്പോഴത്തെ പദ്ധതി അതാണ്. അപ്പൊ തന്നെ അവരെന്താ കാൽക്കുലേറ്റ് ചെയ്യാണ്, അയ്യോ 6-7 മാസത്തെ ശമ്പളം വേണം, അയ്യോ ഇത് നടക്കില്ല, ഇത് എങ്ങനെ സാധിക്കും. അപ്പം ദൈവം അവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യില് എന്താ ഉള്ളേ? ദർശനം ദൈവത്തിന്റെയാണ്, ദർശനം നമ്മുടെ അല്ല കേട്ടോ. നമ്മളെ ദൈവം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്നേ ഉള്ളൂ. ദർശനം ദൈവത്തിന്റെയാണ്. അപ്പൊ ദൈവത്തിന് അപ്പൊ അവര് പറയാ 5 അപ്പം 2 മീൻ, ഓക്കെ, ഗിവ് ദാറ്റ് ടു മീ. I am the one who is going to multiply that. You give me what you have. I am the one who is going to multiply that. Amen. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഉള്ളത് എന്താണോ അത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ഒരു ജോലിയിലാണ്, നിങ്ങൾ ആ ഒരു വിശ്വാസത്തിന്റെ ചുവട് നിങ്ങൾ എടുത്തു വെക്കാൻ പറ്റാതെ നിങ്ങൾ ഒരു ജോലി ചെയ്യും. മേ ബി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾ ആ ജോലി വിടുക എന്നുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞ വിളി ഉണ്ടെങ്കിൽ ആട്ടോ, ഇന്ന് എല്ലാവരും ജോലി വിട്ടിട്ടില്ല ആളെന്ന് എന്നോട് പറയില്ല. നിങ്ങൾക്ക് വിളി ഉണ്ടെങ്കിൽ maybe the first step what you have for now, അതായത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ജോലിയാണെങ്കിൽ നിങ്ങൾ അത് ഇന്ന് കൊടുക്കുക. He is the one who is going to multiply that. He is the one who is going to. ഞങ്ങളുടെ കയ്യിൽ അന്നൊന്നും ഇല്ലായിരുന്നു, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പം ദൈവമാണ് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഞങ്ങളെ ഇത്രത്തോളം പ്രയോജനപ്പെടുത്തിയത്. അപ്പം ഇവിടെ ഞങ്ങള് ഇപ്പൊ അക്രയിലാണ് ആയിരിക്കുന്നത്. ഗാനയുടെ അക്ര എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ദൈവമാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. എന്താ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈവൻ അവർ സ്മോൾ നീഡ്സ്. അതായത് ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞങ്ങൾ അന്നേരം തുമൂലായിരുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു, തുമൂല് ഒരു ബേസിക് ഫെസിലിറ്റീസ് ഒന്നുമില്ല. അങ്ങനെ എന്താ പറയാ, നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ ആയിരുന്ന സമയത്ത്, പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വൈഫിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബിരിയാണി തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ അവിടെ ഒരു മാർഗവും ഇല്ല, കാരണം അതിനുള്ള തിങ്സും മേടിക്കാൻ കിട്ടില്ല അവിടെ. അപ്പൊ ഞങ്ങൾ ഓർത്തു, അപ്പൊ ഞങ്ങൾ ഒരു പ്രാവശ്യം അക്ര വന്ന സമയത്ത്, ആ സമയത്ത് തുമ്മുലായിരുന്നപ്പോ അക്ര വന്നപ്പോ നെയ്യ് കണ്ടു. അപ്പൊ നെയ്യുടെ ഒരു 1/2 കിലോന്റെ വില നോക്കിയപ്പോ 1500 രൂപ, ഇന്ത്യയുടെ 1500 രൂപയോളം വിലയുണ്ട്. അപ്പൊ അയ്യോ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ മാറ്റി വെച്ചതാണ്. അപ്പൊ ഞങ്ങൾ ഓർത്തു, അന്ന് അത് മേടിച്ചാൽ മതിയായിരുന്നു, എന്നാൽ ഇച്ചിരി നെയ്ച്ചോറെങ്കിലും ഉണ്ടാക്കി തിന്നായിരുന്നു, കാരണം അരി കിട്ടും അവിടെ, ചിക്കനും കിട്ടും. അപ്പൊ ഞങ്ങൾ ഓർത്തു ശരി എന്തേലും ആവട്ടെ. അപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നാട്ടിൽ നിന്ന് എല്ലാവരും എന്താ വെഡിങ് ആനിവേഴ്സറിക്ക് പരിപാടി? ഒരു പരിപാടി ഇല്ല. ഞങ്ങൾ രാവിലെ ബിസ്ക്കറ്റും ചായയൊക്കെ മുക്കി കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമോ അപ്പൊ ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നെയ്യ് മേടിച്ചായിരുന്നെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കായിരുന്നു, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളുടെ ടീം ലീഡർ വന്നിട്ട് ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്ത പുള്ളിക്കാരി ഒരു കവറൊക്കെ തന്നിട്ട് പോയി. അവർ കാനഡക്കാരിയാണ്. അപ്പൊ കവർ തുറന്നു നോക്കിയപ്പം കുറെ ഡ്രൈ ഫ്രൂട്ട്സും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മെറിനെ അതെടുത്തിട്ടോ അതെങ്കിലും കഴിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു നോക്കിയപ്പോ അടിയിൽ ഒരു വലിയ ടിന്ന്, അത് എടുത്തു നോക്കിയപ്പോഴേ 1/2 കിലോ നെയ്യിന്റെ കുപ്പി ഗീ. അപ്പൊ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ വെസ്റ്റേണേഴ്സിന് ഗീ എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് ബട്ടർ അറിയാം, ചീസ് അറിയാം, ഗീ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം, ഇതെങ്ങനെയാ ഗീ ഇവള് മേടിച്ചേ? ഓക്കെ എനിവേ ഞാൻ വേഗം പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങള് ചെറിയൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കോഴിയൊക്കെ വെച്ച് കഴിച്ച. അപ്പൊ ഞങ്ങൾ പിന്നീട് ആ ടീം ലീഡറോട് ചോദിച്ചു, നീ ഇങ്ങനെ ഗീ മേടിച്ച? അപ്പൊ അവള് പറയാ, അന്ന് നിങ്ങള് അതെന്താന്ന് എനിക്കും അറിയത്തില്ല, പക്ഷെ നിങ്ങൾ വില നോക്കിയിട്ട് തിരിച്ചു വെക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അന്ന് മേടിച്ചു വെച്ചതാ. പിന്നെ ഞാൻ ഓർത്താ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ടല്ലോ അന്ന് നിങ്ങൾക്ക് തരാന്ന്. അപ്പൊ നോക്കിയ ദൈവം നമ്മുടെ
ചെറിയ ആഗ്രഹം പോലും ദൈവം ഞാൻ മിനിസ്ട്രിയുടെ ഭാഗമൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ചലഞ്ച് ചെയ്യാൻ, ഞാൻ നിങ്ങളെ എന്താ പറയാ സുശേഷ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ചലഞ്ച് ചെയ്യാൻ. അപ്പൊ പലർക്കും ഒരു ഹിൻഡ്രൻസ് ആയി നിൽക്കുന്നത് പ്രൊവിഷന്റെ കാര്യത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ചലഞ്ച് ചെയ്യാണ്. മിനിസ്ട്രിയുടെ കാര്യം കൂടെ പറയാൻ നിന്ന സമയമില്ല, അതുകൊണ്ട് ഞാൻ മിനിസ്ട്രിയുടെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പൊ ദൈവം ഞങ്ങളെ നടത്തിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ദൈവം നടത്താൻ ശക്തനാണ്. അതേപോലെ തന്നെ കർത്താവിന്റെ വേല എന്ന് വരുമ്പോഴും നിങ്ങൾ അയ്യോ എന്ത് ചെയ്യും എങ്ങനെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കില്ല. നിങ്ങൾ ആ തക്ക സമയമാകുമ്പോൾ ദൈവം അതിനായ വഴികളെ തുറത്ത് നിങ്ങൾക്ക് അതിനാവശ്യത്തിനുള്ള ജ്ഞാനം തന്ന് അതിനാവശ്യത്തിനുള്ള വാക്കുകളും അതിനുവേണ്ടിയ കഴിവുകളും ഒക്കെ ദൈവം തന്ന് നിങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തും. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടല്ലാന്നേ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ചെയ്യുന്നത് ദൈവമാണ്. ബാക്കിയല്ല, വി ആർ ജസ്റ്റ് എ ടൂൾ ഇൻ ഹിസ് ഹാൻഡ്. ആ ദൈവമാണ് നമ്മൾ അങ്ങ് പ്രയോജനപ്പെടുത്തുകയാണ്. ഇവിടെ അക്കരയിലൊന്നും വന്ന് നിൽക്കാൻ ഞാൻ ഒരു യോഗ്യനുമല്ല. കാരണം ഇവിടെയുള്ള മിനിസ്ട്രി ഒക്കെ വെച്ച് നോക്കിയാണ്ടല്ലോ, കാരണം ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാ. ഇവിടെ നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ ഒന്നുമില്ല. അത്രമാത്രം അഡ്വാൻസ് ആണ് ഇവർ ക്രിസ്ത്യാനിറ്റിയിൽ. അപ്പൊ എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുക. പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്, ദൈവം ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതേ സമയത്ത് ദൈവം എനിക്ക് ഇത്രയും കാലം വെച്ച അനുഭവത്തിൽ നിന്നും എനിക്ക് വേറെ ഒന്ന് പറയാനുള്ളത്, ദൈവം എന്നെ പ്രയോജനപ്പെടുത്തും. ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ട താലന്തുകളും അതിനു വേണ്ട കഴിവുകളും എല്ലാം ദൈവം തന്ന് ദൈവം എന്നെ പ്രയോജനപ്പെടുത്തും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആമേൻ. അപ്പൊ ഇപ്പൊ ഞങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. വീണ്ടും ഒരു ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അവിടെ എല്ലാം ആയി, മിനിസ്ട്രി ഒക്കെ നല്ല ഉഷാറായി വന്ന സമയത്താണ് ദൈവം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ നിന്ന് ഒന്നും തുടങ്ങേണ്ട അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനിയും ദൈവം ഞങ്ങളെ ശക്തമായി ഈ ദേശത്ത് ദൈവത്തിന്റെ ഹിതം പോലെ, ഞങ്ങളുടെ ഇഷ്ടമൊന്നും വേണ്ട, ഞങ്ങളുടെ നാം മഹത്വത്തിന് ഒന്നുമല്ല, ദൈവഹിതം പോലെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം ഞങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടതിന് വേണ്ടി ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഏകദേശം 2-3 മിനിറ്റിൽ ഞാൻ ചിത്രങ്ങളെല്ലാം കാണിച്ചില്ല. ഓക്കെ, ഫൈൻ. സോ ഇതാണ് ഞാൻ സ്വപ്നം കണ്ട പോലത്തെ പിള്ളേരെന്ന് പറഞ്ഞ ഇങ്ങനത്തെ പിള്ളേരെയാണ് ഞാൻ കണ്ടത്. സോ ഇതാണ് ആഫ്രിക്ക. ഓക്കെ, ഫൈൻ. ഇതാണ് SIM, ഞാൻ പറഞ്ഞ മറ്റേ സെർവിങ് ഇൻ മിഷൻസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. അവര് IM ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ഇവരുടെ പാർട്ട്ണർഷിപ്പിലാണ് ഞങ്ങൾ ഇവിടെ വിട്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി കേട്ടോ. സോ മെറിൻ, മൂത്ത ആളുടെ പേര് ബെസോറ, രണ്ടാമത്തെ ആളുടെ പേര് ലിയോറ. ബെസോറ എന്ന് പറഞ്ഞ സുവിശേഷം എന്നാണ് അർത്ഥം, ലിയോറ എന്ന് പറഞ്ഞ വെളിച്ചം എന്നാണ്. ഞങ്ങളുടെ രണ്ടുപേരും പേരിന് അത്ര അർത്ഥമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആഫ്രിക്കയിൽ പേരിന് അർത്ഥം വേണം. ഭയങ്കര ഏത് പേര് പറഞ്ഞാലും അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ മീനിങ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങളുടെ പിള്ളേർക്ക് അർത്ഥമുള്ള പേരെ ഇടുള്ളൂ എന്ന്. അങ്ങനെയാണ് ബെസോറ. ഈ ഗാന എന്നുള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലാണ് കേട്ടോ. പലർക്കും പറ്റുന്ന ഒരു അവസ്ഥ സൗത്ത് ആഫ്രിക്കയിലാണ് അല്ലേ? ടീച്ചിങ് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്ക അല്ല, വെസ്റ്റ് ആഫ്രിക്കയിലാണ് ഗാന സിറ്റുവേറ്റ് ആയിരിക്കുന്നത്. വെസ്റ്റ് ആഫ്രിക്ക ഗാനയിൽ. ഓക്കെ, ഫൈൻ. ഇതാണ് അക്ര, ഇതാണ് ക്യാപിറ്റൽ സിറ്റി. കോസ്റ്റലാണ്. ഇവിടുന്ന് ഏകദേശം 800 കിലോമീറ്റർ യാത്ര ചെയ്തുണ്ടോ. ഏറ്റവും ടോപ്പിൽ തുമു എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ് ഞങ്ങൾ ആയിരുന്നത്. ഓക്കെ, അവിടെയാണ് ഞങ്ങൾ മിനിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തുമ്മുല് നോക്കി കഴിഞ്ഞാൽ അവിടെ സിസാലി എന്ന് പറഞ്ഞ പീപ്പിൾ ഗ്രൂപ്പാണ്. ഇസ്ലാമാണ് അവിടുത്തെ മേജർ റിലീജിയൻ. ഏകദേശം 1,62,000 അവിടുത്തെ പോപ്പുലേഷൻ ഒക്കെ. അപ്പോൾ വളരെ പാവപ്പെട്ട ജനങ്ങളാണ്. അതായത് അവിടെ ചെന്നപ്പോൾ ഓക്കെ, ഫൈൻ, ഇന്ത്യയിലും ഉണ്ട്. ഞാൻ ഇന്ത്യയിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സ്ഥലം ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ബട്ട് ഞങ്ങൾക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടത് അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട്. അപ്പൊ ഇതൊരു പാസ്റ്റർ വീടാണ് കേട്ടോ. അവിടുത്തെ ഒരു പാസ്റ്റർ വീടാണ്. കാരണം അവിടെ പാസ്റ്റർമാർക്കൊക്കെ ബുദ്ധിമുട്ടായി. ഇവിടെ അക്രയിലൊക്കെ എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർ വളരെ റിച്ച് ആണ്, ആരെക്കാട്ടിലും റിച്ച് ആണ് പാസ്റ്റർമാര്. പക്ഷെ തുമ്മുലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരുടെ അവസ്ഥ ഇതാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ചിക്കൻ മേടിച്ചു കൊടുത്തു അവർക്ക്. ചിക്കനും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ട് അവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പം അവിടെ ചെന്നപ്പോ ഞങ്ങൾ തൈ പീസ മേടിച്ചോണ്ടായി, തൊടയുടെ കഷ്ണം അല്ലേ ചിക്കന്റെ. അവരവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തൈ പീസ് കഴിക്കുന്നത്, ചിക്കന്റെ തൈ പീസ്. അപ്പൊ അവരൊരു അയ്യോ ഇതിന് ഇത്രയും മീറ്റ് ഉണ്ടല്ലോ, ഇത്രയും മീറ്റുള്ള ചിക്കനൊക്കെ ഉണ്ടോ. കാരണം അവരെപ്പോഴും മേടിക്കുന്ന ചിക്കന്റെ ഒരു ബാക്ക് എന്ന് പറഞ്ഞ സാധനം കിട്ടും, അതാകെ ഇത്രേ ഉണ്ടാവുള്ളൂ, അതിലെ ഇറച്ചിയൊന്നും ഉണ്ടാവും. അപ്പൊ അവരാദ്യമായിട്ടാ തൈ പീസ് കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കണ്ടോ, നമ്മുടെ ഇവിടെയൊക്കെ പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കാൻ എന്ത് പാടല്ലേ, അവരെ അടിച്ച് ചന്ദ്രനെ കാണിച്ചും അത് പാട്ടുപാടിയൊക്കെ എത്തിയിട്ട്. അവിടെ അതൊന്നുമില്ല. അവിടെ ആകെ കിട്ടുന്ന ഒരു നേരം ഇല്ല, 2 നേരം ഭക്ഷണ. അപ്പം ആ പിള്ളേരുണ്ടല്ലോ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു.
ഭക്ഷണം റെഡി ആന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് പിള്ളേര് മുഴുവൻ ഓടി എത്തി ഭക്ഷണത്തെ, അത് അവര് സെക്കൻഡുകൾ കൊണ്ട് ആ ഭക്ഷണം തീർത്തു. കാരണം അവർക്ക് ഭക്ഷണത്തിന്റെ വില അറിയാം. ആകെ ഒരു നേരം അന്നേരം വന്ന് കിട്ടി, അയ്യോ എനിക്ക് കിട്ടിയില്ല ഇനി വിശക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നുമില്ല. അതാണ് കണ്ടല്ലേ. ഞങ്ങളുടെ ആ മൂത്ത മോക്കും ആ ഇരിക്കുന്ന കൊച്ചിനും ഒരേ പ്രായ, പക്ഷെ ആ കൊച്ചിന്റെ കൈ ഇരിക്കുന്ന കണ്ടില്ലേ ആ ഭക്ഷണത്തിൽ. അന്നേരം ഫോട്ടോ എടുക്കുമ്പോൾ ആ കൊച്ചിന്റെ കൈ ഇരിക്കുന്ന ഭക്ഷണത്തില്ല. കാരണം അത്ര മാത്രം ഒരു നേരം ഭക്ഷണത്തിന്. അപ്പോഴാണ് ഭക്ഷണത്തിന്റെ ഒക്കെ വില അറിഞ്ഞത്. നമ്മളിവിടെ നല്ല അടിപൊളി കേക്കൊക്കെ മേടിച്ച് അതെടുത്ത് മുഖത്തൊക്കെ വാരി തേച്ച് നമ്മൾ വേസ്റ്റ് ചെയ്തില്ലേ. അവിടെയൊക്കെ കേക്ക് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. ഞാൻ എന്റെ ഒരു ബർത്ത്ഡേക്ക് എവിടുന്നോ ഇവരൊരു കേക്ക് ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വന്നു. മറ്റേ അത് വെട്ടാൻ തന്നെ ഭയങ്കര പാടുള്ള കേക്കാ. അതിൽ നിന്നും ഒരു പൊടി പോലും നിലത്ത് വീഴാതെയാണ് അവര് കഴിച്ചതൊക്കെ. അപ്പൊ അത്രയും പാവപ്പെട്ട ജനങ്ങളാണ്. പിന്നെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ അഡൾട്ടറി ഭയങ്കര കോമൺ ആണ്. അഡൾട്ടറി ഭയങ്കര കോമൺ ആണ്. അതായത് ടീനേജ് പ്രഗ്നൻസി ഒക്കെ വെരി കോമൺ ആണ്. പിന്നെ പോളിഗമി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, 3-4 ഭാര്യമാരുള്ളവര്. അപ്പോൾ നമ്മൾക്ക് ഗ്രാമങ്ങളിൽ ചർച്ചകളിൽ പോകുമ്പോൾ പുതിയതായിട്ട് വിശ്വാസത്തിൽ വരുന്ന ആൾക്കാർക്ക് 3-4 ഭാര്യമാരുണ്ട് ഓൾറെഡി. അപ്പോ അവർ ആരാധനയ്ക്ക് വരുന്നത് 4 ഭാര്യമാരുമായിട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പൊ എന്നോട് ആരോ പറഞ്ഞു, നാട്ടിൽ വന്നപ്പോ പറഞ്ഞു, ഇല്ലല്ല അവരോട് ബാക്കിയുള്ള ഭാര്യമാരൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ഭാര്യ പാടുള്ളൂ. ബട്ട് ലൈക്ക് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അവിടെ. സോ അതങ്ങനെ നടക്കുള്ളൂ. ചിലര് പിന്നെ തീരുമാനിക്കും, ഓക്കെ ലൈക്ക് ഐ വിൽ ഓൺലി ഹാവ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ഓൺലി വൺ വൈഫ് എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ അവര് എത്തും. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയല്ല. അപ്പൊ ഈവൻ ഇതിലെ ആ ചെറിയ കൊച്ചെന്ന് പറയുന്നത് അത് അവിടുത്തെ പാസ്റ്റർ മോളാണ്. പാസ്റ്റർ മോളുടെ മോളാണ്. അതായത് പാസ്റ്റർ കൊച്ചുമോളാണ്. പക്ഷെ ആ കൊച്ചിന്റെ അമ്മ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഒരു പാസ്റ്റർ മോളുടെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ അതായത് ഒരു പ്രോപ്പർ ടീച്ചിങ് ഒന്നുമില്ല അങ്ങനെ. പിന്നെ മന്ത്രവാദം അതിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ളവർ, അതായത് വെരി ഡീപ്പ്. അവരുടെ ലൈഫെ അതിൽ ബേസ് ചെയ്താണ് കേട്ടോ. അതായത് ഇപ്പൊ ഒരു 100 രൂപയൊക്കെ താഴെ കിടന്ന് അവരെടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ആരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. എല്ലാം അത് ബേസ് ചെയ്തായിരിക്കും. ഒരു ആക്സിഡന്റ് പറ്റിയ ആരോ എനിക്കെതിരെ മന്ത്രവാദം ചെയ്തു. ഫുട്ബോൾ കളിക്കുമ്പോൾ വീണ, അയ്യോ അത് ആരോ മന്ത്രവാദം ചെയ്ത. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് അവർക്ക് ഫലിക്കുകയും ചെയ്യും കേട്ടോ. ഇത് ഒരു കള്ളനാണ്. ഈ കള്ളൻ പോലീസുകാരനെ വരെ കൊന്നിട്ടുണ്ട്. അപ്പൊ ഈ കള്ളനെ ഈ ഗാന പോലീസ് ഫോഴ്സ് മുഴുവൻ ശ്രമിച്ചിട്ട് ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ അറിയോ, ഇവൻ കണ്ടോ ആ മേല് മുഴുവൻ മന്ത്രിച്ചിട്ടേക്കുന്ന ആ തായത്തുകളും അമുലറ്റ്സും എല്ലാം മന്ത്രിച്ചിട്ടേക്കുക. ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല. ഫുൾ പോലീസ് ഫോഴ്സ് ട്രൈ ചെയ്തിട്ടും പിടിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് പട്ടാളം ഇറങ്ങിയിട്ടാണ് ഇവനെ പിടിച്ചത്. അവർ പറയുന്ന കാരണം അവന് അത്രയും ശക്തി ഉള്ളതുകൊണ്ടാണ്. സോ ഇതൊരു ഫിയർ പവർ ബേസ്ഡ് കൾച്ചറാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം ഷെയർ ചെയ്യുമ്പോഴും അതാണ് ഈ ആഫ്രിക്കൻസ് മുഴുവൻ ഈ പവർ അതിന്റെ ബാക്കിലാണ് ഇവര്. അപ്പൊ നമ്മൾ ഒരാൾ സുവിശേഷം പറയുമ്പോഴും ആ ഒരു ബേസിൽ വേണം പറയാൻ. അതായത് ഇപ്പൊ ഞങ്ങളുടെ ഒരു ലാംഗ്വേജ് ഹെൽപ്പർ ഉണ്ടായിരുന്നു. ലാംഗ്വേജ് ഹെൽപ്പർ ഇത് ഞങ്ങൾ പോയ ഗ്രാമങ്ങളിലൊക്കെ ചെയ്തവരാ കേട്ടോ. മീൻസ് അപ്പം ഇതിലും ഇങ്ങനെ പോളിഗമി ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാ ഇവരൊക്കെ. ഇത് ഞങ്ങൾ അവിടെ ടീച്ച് ചെയ്ത ചർച്ചസില അവിടെ വിസിറ്റ് ചെയ്യുക, ചർച്ച ചെയ്യുക. ഡാൻസ് ഒക്കെ മെയിൻ ഇതാണ്. ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണ് ചർച്ച വരുന്നത്. ഡാൻസ് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാണ്, പിന്നെ ഉറങ്ങും. ആ പ്രസംഗം മുഴുവൻ ഇരുന്ന് ഉറങ്ങായിരിക്കും. പാസ്റ്റർക്കും കുഴപ്പമില്ല, വിശ്വാസികളും കുഴപ്പമില്ല, എല്ലാവരും വളരെ യൂണിറ്റിയിലാണ് അവിടെ പോകുന്നത്. ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം ചർച്ചിൽ വരുന്നതാണ്. അപ്പം ഞങ്ങൾ അവിടെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. അപ്പം ഫസ്റ്റ് 1 ഇയർ അതായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ രാവിലെ ഈ ലാംഗ്വേജ് ഹെൽപ്പർ വരും. ഇദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. അപ്പൊ ഇദ്ദേഹവും എന്നും ഞങ്ങളോട് ചോദ്യം ചോദിക്കും ബൈബിളിൽ നിന്ന്. അപ്പൊ ഞാൻ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ ഇദ്ദേഹം പോയി അത് മറ്റുള്ളവരോട് കൊടുക്കും. അവര് വേറെ ചോദ്യം ചോദിക്കും. അങ്ങനെ ഏകദേശം 8 മാസത്തോളം പോയി. ഞാൻ ഈ കൾച്ചറിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇദ്ദേഹം ലാസ്റ്റ് ഉണ്ടല്ലോ, ഒരു ദിവസം വന്നപ്പോ ഞാൻ ഇന്ത്യയിൽ ഒരു ടെസ്റ്റിമോണി ഞാൻ പറഞ്ഞു. അതായത് ഒരു നോർത്ത് ഇന്ത്യയിൽ അവര് ഈ റിച്വൽസ്, അതായത് സ്പിരിറ്റ് വർഷിപ്പേഴ്സ് ആയിരുന്നു. അപ്പം ആത്മാക്കളെ ആരാധിച്ചുകൊണ്ടിരുന്നവര്. അപ്പൊ ഇവർ എന്നും റിച്വൽ ചെയ്യണം ഒരു ഗുഹ പോലത്തെ ഇതില്. ഒരു ദിവസം ചെയ്തില്ലെങ്കിലും ഇവർക്ക് എന്തെങ്കിലും അനർത്ഥം സംഭവിക്കും. അപ്പൊ ഒരു കർട്ടൻ പോലെ ഇട്ട് പകൽ ഇതിൽ വെളിച്ചം കയറാൻ പാടില്ല. അപ്പൊ ആ വീട്ടിലെ കൊച്ചു എന്ത് ചെയ്തു, ഇത് പകല് നിന്ന് ഈ കർട്ടൻ മാറ്റിയപ്പോഴത്തേക്കും ഒരു കൊച്ചിന്റെ ഒരു ഭാഗം തളർന്നുപോയി. ആ കൊച്ചു ഇവർ പിന്നെ എന്തൊക്കെ റിച്വൽസ് ചെയ്തിട്ടും ഒന്നും ഏൽക്കുന്നില്ല. അപ്പോഴാണ് ഒരു മിഷണറി അതുവഴി പോയി ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമായി. അങ്ങനെ ആ കുടുംബം വിശ്വാസത്തിലേക്ക് വരിക, അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു. ഈ കഥ ഞാൻ ഇതൊക്കെ 1 വർഷത്തോളം ചോദ്യം ഉത്തരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ കഥ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സി ഹോളി സ്പിരിറ്റ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ ദി അതർ സ്പിരിറ്റ്സ്. പരിശുദ്ധാത്മാവാണ് മറ്റുള്ള ആത്മാക്കളെ എല്ലാം സൃഷ്ടിച്ചത്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വേറെ ഒരു സ്പിരിറ്റിനോ ഒരു കേഴ്സസിനോ ഒരു മന്ത്രവാദത്തിനോ
ഒന്നിനും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിച്ച ഈ ഹോളി സ്പിരിറ്റ് നമ്മളിൽ വസിക്കും. ഈ ഒരു ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്ന് അങ്ങനെ അദ്ദേഹം വിശ്വാസത്തിൽ വരുവാൻ ഇടയായി തീർന്നു. അപ്പം അതാണ് ഈ കൾച്ചർ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഞങ്ങൾ പുറത്തു പോയി ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചർച്ചസിൽ ഞാൻ ആ ക്ലാസ് എടുക്കുന്ന ഫോട്ടോസാണ്. അവിടെ പല ചർച്ച ഇത് ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അവിടെ സ്കൂൾസിലാണ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ബിൽഡിങ്ങുകളിൽ. അതുപോലെ ഈവനിങ് ക്ലാസ്സസും ഉണ്ടായിരുന്നു. ഈവനിങ് ഒന്നും സേഫ് അല്ല, ബട്ട് ലൈക്ക് വേറെ നമുക്ക് ചില സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ലാതെയായിരിക്കും. അതേസമയത്ത് വീട്ടിലും ചില യുവജനങ്ങളെ ഞാൻ വിളിച്ച് അവർക്കും ഈ ക്ലാസ് ഒക്കെ എടുത്ത്. ഇതില് ഈ ഇരിക്കുന്നതിൽ 3 പേര് കാത്തലിക്സ് ആയിരുന്നു. അവരും രക്ഷയിലേക്ക് വരുവാനിടയായി തോന്നുന്നു. ഇത് ഞാൻ അവിടെ ഒരു കോളേജിൽ, തുമൂൽ ഒരു കോളേജിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയതാണ്. ഞങ്ങൾ അവിടെ ഒരു യൂത്ത് ക്ലബ്ബ് തുടങ്ങി. അവിടെയുള്ള യുവജനങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഒരു യൂത്ത് ക്ലബ്ബ് തുടങ്ങിയായിരുന്നു. ഇവരിലൂടെ മറ്റുള്ള എന്താ പറയുക, യുവജനങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുക എന്നുള്ളതല്ല. അതുപോലെ സ്പോർട്സിലൂടെ അവിടെ സ്കൂളിലൊക്കെ കയറി പറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാഡ്മിന്റൺ ട്രെയിൻ ചെയ്യാൻ വേണ്ടി, എനിക്ക് അത്യാവശ്യം ബാഡ്മിന്റൺ കളിക്കാൻ അറിയാം, മീൻസ് പ്രൊഫഷണലി. സോ അവിടെ ബാഡ്മിന്റൺ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ അതിലൂടെ എനിക്ക് അവിടെ അവസരം കിട്ടി. ഇത് ഞങ്ങൾ ക്ലാസ്സസ് എടുത്ത ചർച്ചസ് അവർ ഞങ്ങൾ ആദരിച്ചതാണ്. അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ആദരിച്ചതാണ്. ഇത് വേറൊരു പ്രസ്ബിറ്റേറിയൻ ചർച്ചാണ്. ഇത് ഐസക് എന്ന് പറഞ്ഞ ഈ ഐസക്കിനെ ആ സമയത്ത് ദൈവം സഹായിച്ച് ഈ ഐസക്കിനെ ഞാൻ ഡിസൈപ്പിൾ ചെയ്തു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നെങ്കിൽ ഐസക് ആ വർക്ക് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അറ്റ് ദ റൈറ്റ് ടൈം ഗോഡ് ബ്രോട്ട് ഐസക് ടു മീ. അതുകൊണ്ട് ഐസക്കിനെ ട്രെയിൻ ചെയ്യാൻ പറ്റി. മെറിൻ അതേ സമയത്ത് മെറിന് മെന്റൽ ഹെൽത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് മെറിൻ MSW ഇൻ സൈക്കാട്രി കഴിഞ്ഞാണ്. സോ സ്പെഷ്യലൈസ് ചെയ്ത് സൈക്കാട്രിയിലാണ്. അപ്പൊ അവിടെ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഇവർക്ക് ഇത് കാര എന്ന് പറയും. കാര UK നിന്ന് വന്ന ഒരു മിഷണറിയാണ്. അപ്പൊ മെറിനും കാരയും ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുക, അവിടെയുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഹെൽത്ത് അവയർനെസ് ക്ലാസ്സസ് നടത്തുക. അതുപോലെ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് ഒക്കെ നടത്തി ചില വില്ലേജുകളിൽ. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ എന്നും വൈകുന്നേരം അയലക്കത്തെ പിള്ളേർ മുഴുവൻ ഞങ്ങളുടെ വീട്ടിലാണ് എന്നും ഈവനിങ്. അപ്പൊ അവർക്ക് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, കഥ അതുപോലെ സോങ് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ മെറിൻ എന്താ പറയാ, എന്തെങ്കിലും സ്നാക്സ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതിനു വേണ്ടി അവർ മെയിൻ ആയിട്ട് വരുന്നത്. കാരണം അങ്ങനെയൊന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതിനു വേണ്ടി അവർ വരുന്നത്. ഓക്കെ, യാ. സോ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ ഓക്കെ, മിനിസ്ട്രിയിലൂടെ ദൈവം ഞങ്ങളെ ഒത്തിരി പ്രയോജനപ്പെടുത്തി. ഈവൻ ലൈക്ക് ഞങ്ങൾ തുടക്കത്തിൽ വേറെ പ്ലാൻ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഞങ്ങള് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓൾറെഡി ഈ വർഷം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ ലാസ്റ്റ് ഇയർ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പൊ അത് വായിച്ചു നോക്കിയപ്പോ അതനുസരിച്ചല്ല ഈ വർഷം നടന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ പ്ലാൻ അല്ല, പക്ഷെ ദൈവത്തിന്റെ പ്ലാനാണ് അവിടെ നടന്നത്. ആ റിപ്പോർട്ടിൽ തന്നെ അത് കാണാൻ പറ്റി. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റിയത്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് എല്ലാം നന്നായി ചെയ്തു എന്നാണ്. ഒരു പക്ഷേ നമുക്കും ഡിസ്കറേജ് ആവുന്ന സമയങ്ങളും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് ഒരു ഡിസ്കറേജ്മെന്റ് ഒക്കെ വരാം. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമുക്ക് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിടെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം സഹായിച്ചാൽ ഇനി ഇവിടെ തുടർന്ന് ഞങ്ങൾ എന്താ പറയാ, ചർച്ചസിനെ ചലഞ്ച് ചെയ്ത് നോർത്തിലേക്കൊന്നും ആരും പോകുന്നില്ല. നോർത്തിലേക്ക് അവിടെ ചർച്ചസ് ഒക്കെ മിക്ക ചർച്ചിലുമാരും പാസ്റ്റർമാരില്ല. കാരണം അവിടെ വരാൻ ബുദ്ധിമുട്ടാണ്. അവിടെ എത്തിപ്പെടൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് വേസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരിക്കലും എവിടെയും പോകില്ലായിരുന്നു. യാത്രയുടെ ബുദ്ധിമുട്ട് ഓർത്ത് മാത്രം. അത്രയ്ക്കും ബുദ്ധിമുട്ട് അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏകദേശം 2 ദിവസം ഡ്രൈവ് തന്നെ ഉണ്ട് അവിടെ എത്തിപ്പെടണമെങ്കിൽ. അതുകൊണ്ട് അവിടെ പാസ്റ്റേഴ്സ് ആരും പോകില്ല. അതുകൊണ്ട് നോർത്ത് അൺറീച്ച്ഡ് ആയിട്ടായിരിക്കുന്നത്. അതായത് ക്രിസ്ത്യൻ കൺട്രിയുടെ അവസ്ഥയെ ഞാൻ പറയും. എല്ലാവർക്കും അനുഗ്രഹം വേണം, അമേരിക്കയിൽ പോകണം, എന്താ പറയാ, സെറ്റിൽ ആവണം. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. അല്ലാതെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഓക്കെ ദൈവം എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തു, ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി എന്താ, അങ്ങനെ ഒരു ഇതേ ഇല്ല. ഇനിയും ചെയ്യും എന്നുള്ള ഒരു ഇതാണ്. അപ്പം സോ ചർച്ചസിനെ ചലഞ്ച് ചെയ്യുക, അതൊരു വലിയൊരു ദൗത്യമാണ്. ഇറ്റ് വോണ്ട് ബി ഈസി. ലൈക്ക് ഒത്തിരി ഓപ്പോസിഷൻസ് ഉണ്ടാകും. എങ്കിലും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവമാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തും, ദൈവം ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തീർന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഈ അവസരം തന്ന അതിൽ കർത്താവിന്റെ ദാസനും ഈ മിനിസ്ട്രിക്ക് ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകർക്ക് ഒരു അനുഗ്രഹമായി ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തട്ടെ. താങ്ക് യു. ഒത്തിരി സന്തോഷം പ്രിയപ്പെട്ട
ഞാനിന്ന് വളരെ ടയേർഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം കാരണം ഇന്ന് ഒരു ലൈവ്, 2 റെക്കോർഡിങ്, പിന്നെ കുറേ കാര്യങ്ങൾ എല്ലാം കൂടെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി ടയേർഡായി. സത്യത്തിൽ ലാസ്റ്റിലെ ഹിന്ദി നമ്മുടെ ലൈവിൻ്റെ സമയത്ത് ഞാൻ പകുതി ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. സോ അതുകൊണ്ട് ഈ ഒരു യുവയുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഹാൻഡിൽ ചെയ്തോണം, ഞാൻ പോവാം, കാരണം ഞാൻ ഒത്തിരി ടയേർഡാണ്. അപ്പം മോളെന്നോട് ചോദിച്ചു, ഡാഡി ലീഡ് ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സംതിങ് ഇൻസൈഡ് മീ, ഞാൻ പറഞ്ഞില്ല ഞാൻ പോവാമെന്ന് പറഞ്ഞു. സംതിങ് ഇൻസൈഡ് മീ, ഐ വാസ് സിറ്റിംഗ് ദെയർ, ഇങ്ങനെ പുറകിലിരിക്കുകയായിരുന്നു. എൻ്റെ അകത്ത് പറഞ്ഞു, അല്ല, ഞാൻ തന്നെ ലീഡ് ചെയ്യണം, ഞാൻ തന്നെ കർത്താദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ഐ കെയിം ബാക്ക്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഇത് കർത്താവിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു ഈ ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തത്. എൻ്റെ ഉറക്കക്ഷീണമെല്ലാം പോയി, എൻ്റെ ടയർഡ്നെസ് എല്ലാം പോയി. ഐ വാസ് ലിറ്ററലി എൻജോയിങ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ പേഴ്സ് എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പേഴ്സിൻ്റെ അകത്ത് ഞാൻ നോക്കുമായിരുന്നു, അത് സംഭവം ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ആഫ്രിക്കയുടെ 2 നോട്ട് വെച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ 2 നോട്ട് എൻ്റെ പേഴ്സിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറിയുണ്ട് ഈ നോട്ടിൻ്റെ പുറകിൽ. ഒരു ദേവദാസൻ ആഫ്രിക്കയിൽ ഒരു 2-3 മാസത്തെ വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് ബോംബെ വന്നിറങ്ങി, എയർപോർട്ടിൽ വന്നിറങ്ങി. പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്നു, ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ ഭയങ്കര ക്യൂരിയസാണ്. ഐ വാസ് ആസ്കിങ് അബൌട്ട് ആഫ്രിക്ക. അപ്പോൾ എനിക്ക് ആഗ്രഹം രാജ്യങ്ങളിൽ പോകണം, കർത്താവിന് വേണ്ടി ആഫ്രിക്കയിൽ പോകണം. അപ്പം ഞാനീ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ, അപ്പോൾ അദ്ദേഹം ഒരു പരിചയമില്ലാതെ ഇവിടുന്ന് ഒരു ദിവസം വണ്ടി പിടിച്ച് നേരെ ഫ്ലൈറ്റ് എടുത്ത് ആഫ്രിക്കയിൽ പോയി. അങ്ങനെ പോയൊരു ദൈവദാസൻ, ഹീസ് എ മിഷണറി, നോർത്ത് ഇന്ത്യയിൽ മിഷൻ വർക്ക് ചെയ്തും ഒരു മിഷണറിയാണ്. അപ്പോൾ അദ്ദേഹം പല രാജ്യങ്ങളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇന്ത്യയിൽ കൂടെ വന്നപ്പോൾ, ബോംബെ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ ചർച്ചിൽ വന്നു ഒരു ദിവസം ശുശ്രൂഷിച്ചു. അപ്പോൾ എൻ്റെ ഈ ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്, നമുക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, എനിക്ക് ഇൻഫർമേഷന് വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം ദേവദാസനെ, നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഈ 2 നോട്ട് നിങ്ങളെ ഏൽപ്പിക്കുക, ഇതൊരു ടോക്കണാണ്, ആഫ്രിക്കയിൽ നിങ്ങൾ പോകുമ്പം ഈ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകണം എന്ന് പറഞ്ഞു. സോ ഫ്രം ദാറ്റ് ഡേ ഐ എം കീപ്പിംഗ് ദിസ് നോട്ട് ഇൻസൈഡ് മൈ പേഴ്സ്. സോ അന്ന് മുതൽ ഇങ്ങനെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഞാൻ ആഫ്രിക്കയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഈ നോട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഓർത്ത് ഒന്ന് എടുത്ത് നോക്കിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന എല്ലാ വിധങ്ങൾക്കായിട്ടും. ഞാൻ 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നത് പെട്ടെന്ന് ആഡ് ചെയ്ത് പറയുകയാണ്. ഞാൻ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് വാട്ട് ഐ വാസ് തിങ്കിങ്, ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, എ സ്ട്രോങ് ചർച്ച് ക്യാൻ ഓൺലി സെൻഡ് മിഷണറീസ്. കരുത്തുള്ള സഭയ്ക്ക് മാത്രമേ മിഷണറിമാരെ അയക്കാൻ പറ്റത്തുള്ളൂ. ദേവദാസൻ അത് പറഞ്ഞു. ആഫ്രിക്കൻ ഘാനയിൽ ക്രിസ്ത്യാനിറ്റി സ്ട്രോങ് ആണ് ഒരു സൈഡിൽ, പക്ഷേ മിഷണറിമാരെ അവർ അയക്കാത്തതിൻ്റെ കാരണം ദ ചർച്ച് ഈസ് നോട്ട് സ്ട്രോങ്. സ്ട്രോങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട്, മാനിഫെസ്റ്റേഷനാണ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ വെക്കുമ്പോൾ ആൾ വീഴുന്നു, പവർഫുൾ. ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ പവർ ഓഫ് ദ ചർച്ച്. റിയൽ പവർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇത് നോർത്ത് ഇന്ത്യയുടെയും പ്രശ്നമാണ് കേട്ടോ. നോർത്ത് ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഈ എല്ലാ രാജ്യങ്ങളിലും നോർത്ത് ആ പ്രശ്നം തോന്നുന്നു. കേരളത്തിൻ്റെ നോർത്ത്, ഇന്ത്യയുടെ നോർത്ത്, ആഫ്രിക്കയുടെ നോർത്ത്, അപ്പോൾ ഖാനയുടെ നോർത്ത്. അപ്പോൾ എനിക്കറിയത്തില്ല പിശാചിന് അങ്ങനെ വല്ല സ്ട്രാറ്റജി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ സംസാരിക്കാം. ഇതിന്റെ മുകളിലുള്ള ബുർക്കിന ഫാസോയുടെ നോർത്ത്, മാലി എന്ന് പറഞ്ഞ രാജ്യത്ത് നോർത്ത്, എല്ലാ രാജ്യത്തും നോർത്താണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വേദവസമൊക്കെ പഠിക്കുമ്പോൾ നോർത്ത് എന്ന് പറയുമ്പോൾ വടക്ക് നിന്ന് അത് സ്വർഗത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പക്ഷേ പിശാച് കയറി ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. എനിക്ക് അറിയില്ല, നമുക്ക് തെറ്റായ തിയോളജി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ നോർത്ത് ഇന്ത്യൻ ചർച്ചസിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ദൈവം തന്നെ എനിക്കൊരു ഭയങ്കര ബേർഡൻ എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യൻ ചർച്ചസിൽ എപ്പം വചനം പറയാൻ അവസരം കിട്ടിയാലും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഹോളിനെസ്സിൽ വളരുക, ഹോളിനെസ്. 2, വേർഡ് ഓഫ് ഗോഡിൽ വളരുക. 3, പരിശുദ്ധാത്മ ശക്തിയിൽ വളരുക. ഈ 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലുള്ള വീക്ക് ചർച്ചസിന് ആവശ്യമായിട്ടുള്ളത്. വീക്ക് ചർച്ച് എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഗ്യാതറിങ്, ദ സൈസ് ഓഫ് ദ ഗ്യാതറിങ്. വലിയ ആൾക്കൂട്ടം എന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്ന. ഞാൻ എപ്പോഴും പറയും, യേശു പറഞ്ഞത് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് യേശു പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ചർച്ചിനെ കുറിച്ചൊരു പിക്ചറുണ്ട്. ആ പിക്ചറിലേക്ക് ചർച്ച് ഗ്രോ ആയില്ലെങ്കിൽ യേശുവിൻ്റെ ഹൃദയപ്രകാരമുള്ള ചർച്ച് ആയില്ല. യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലേ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ചർച്ച് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഈ മിനിസ്ട്രി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഇവിടെ 86 പാസ്റ്റേഴ്സ് ഈ ലൊക്കാലിറ്റി താമസിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ അസോസിയേഷനിൽ 86 പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു.
അപ്പോൾ എന്നോട് ഇവിടുത്തെ ലോക്കൽ ഒരാൾ എന്നോട് 87-ാമനായിട്ട് നിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു പെന്തക്കോസും ആരും ഇല്ലാത്ത എവിടേക്കെങ്കിലും എന്നെ അയച്ചാൽ ഞാൻ പോകാൻ റെഡിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭ ഒരേ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ്, ഏഷ്യ മൈനർ എന്ന് പറയുന്നത്. പക്ഷേ ദൈവം ഓരോ സഭയോട് ദൂത് പറഞ്ഞപ്പോഴും ഒരു സിറോസ്കോപ്പി എല്ലാവർക്കും കൊടുക്കുകയല്ല ചെയ്തത്. ഓരോ ചർച്ചിനെക്കുറിച്ചും ദൈവത്തിന് വ്യക്തവും സ്ഫുടവുമായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ദൈവാത്മാവിനോട് പറഞ്ഞു, ഒരു ദേശത്ത് 86 ചർച്ച ഉണ്ടാകാം, 86 ചർച്ചിനെക്കുറിച്ച് ഓർ ഫെലോഷിപ്പിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. ദൈവം സ്നേഹിക്കുന്ന ഒരു സഭ എല്ലാ പട്ടണത്തിലും ഉണ്ടാകണം. ഒരു സഭയെ നോക്കിയിട്ട് ദൈവം പറയണം. ആ 7 സഭയിൽ ഒറ്റ സഭയോട് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ, ഫിലദൽഫിയ സഭ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ എല്ലാ പട്ടണത്തിലും ദൈവം സ്നേഹിക്കുന്ന ഒരു സഭയുണ്ടാണ്. ഈ ഒരു വിഷനിലാണ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ചർച്ച തുടങ്ങുന്നത്. ദൈവം സ്നേഹിക്കുന്ന ഒരു സഭ ഉണ്ടാകുക, ഒരു മോഡൽ ചർച്ച ഉണ്ടാകുക. അപ്പം നോർത്ത് ഇന്ത്യൻ ചർച്ചസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ ദുരുപദേശങ്ങളാണ്. പിന്നെ ഞാൻ ടിജിനിൽ നിന്നങ്ങ് വിളിച്ചോട്ടെ, കാരണം കുറച്ചുകൂടെ ഒരു ദൈവദാസൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു ബ്ലോക്ക് പോലെ എനിക്ക് തോന്നുന്നു. ഇയാളില്ല ഫ്രണ്ട്ലി ടോക്ക്, എന്നെക്കാട്ട് ഇളയതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ കേട്ടോ, നമുക്ക് പ്രായമായി, ദൈവത്തിൻ്റെ സ്തോത്രം. എന്താ പറഞ്ഞു വന്നേ, പ്രായം പോട്ടെ. അപ്പം ഞാൻ പറയുന്നത് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഫിലദൽഫിയ ചർച്ചിനെ കുറിച്ച് പറഞ്ഞത്. എന്തോ ദുരുപദേശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, ഈ ആഫ്രിക്കൻ ചർച്ചുകൾക്കകത്തുള്ള ഒരു പേഴ്സണാലിറ്റി കൾട്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. അപ്പോൾ പ്രോഫറ്റ് വന്നു കഴിയുമ്പോൾ പ്രോഫറ്റിൻ്റെ കൂടെ കസേരയിൽ ആരും ഇരിക്കത്തില്ല, പ്രോഫറ്റിനോട് നേരിട്ട് ആരും സംസാരിക്കത്തില്ല. ഈ കൾട്ട് ഇന്ത്യൻ ചർച്ചിൽ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അതെ, എവിടുന്നാണ് അത് ഡെവലപ്പ് ആയത്? ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ബോംബെയിൽ ഞാൻ ഒരു പുതുതായിട്ടൊരു വീട്ടിൽ ചെല്ലുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവരെല്ലാം ഭയങ്കര സന്തോഷം, പപ്പാ മമ്മി ആയ എന്ന് പറഞ്ഞാൽ, പപ്പാ മമ്മി ആയ. അപ്പോൾ ഞാനൊരു സ്വല്പം ഇറിറ്റേറ്റഡായി, കാരണം എന്നെക്കാട്ടിലും പ്രായമുള്ളൊരു അമ്മച്ചിയാണ് പറഞ്ഞാൽ പപ്പ വന്നെന്ന്. ഞാൻ പറഞ്ഞു, ദയവായിട്ട് എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ബ്രദർ എന്ന് വിളിക്കുക. ദാറ്റ്സ് ഓക്കെ, എന്നെ ബ്രദർ എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒത്തിരി പേര് എന്നെ ബ്രദർ എന്ന് വിളിക്കും, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. പൗലോസിനെ ബ്രദർ എന്ന് വിളിക്കാമെങ്കിൽ പിന്നെ നമ്മളെ അന്ന് വിളിക്കാൻ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു, ദയവായിട്ട് എന്നെ പപ്പാ മമ്മി എന്ന് വിളിക്കരുത്, കാരണം അത് ആഫ്രിക്കൻ കൾട്ടാണ് കേട്ടോ. അതെ, ഇന്നാള് ഞാൻ അഡ്രസ് ചെയ്തായിരുന്നു ഇവിടെ ഒരു ചർച്ചില്, കോളിംഗ്, അതായത് പാസ്റ്റേഴ്സിനെ ഫാദർ വിളിക്കുന്നത്. ഇത് ഇന്ത്യയിൽ നുഴഞ്ഞു കയറിക്കഴിഞ്ഞു. ഇന്ത്യയിലല്ല, കേരളത്തിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം വി ആർ സ്ട്രോങ് in our faith. അതുകൊണ്ടല്ല വി ആർ സെൻഡിങ് പീപ്പിൾ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. നമ്മൾ മിഷണറിമാരെ അയച്ചാൽ അതിൻ്റെ അർത്ഥം, ഇപ്പം കർത്താവിൻ്റെ ദാസൻ അവിടെ ആഫ്രിക്കയിൽ ഇരിക്കുന്നു, അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ചർച്ച്, കേരള ചർച്ച് സ്ട്രോങ് ആയതുകൊണ്ട് വി ഹാവ് എ സ്ട്രോങ് ഡോക്ട്രിൻ ഫൗണ്ടേഷൻ, അതതിൻ്റെ കാരണം. പക്ഷേ അവിടെ പോലും ഈ പറഞ്ഞ ആഫ്രിക്കൻ കൾട്ടിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം, നോർത്ത് ഇന്ത്യയിലെ ഏത് ചർച്ചിൽ പോയാലും അവരെ വചനം പഠിപ്പിച്ച് വചനത്തിൽ സ്ട്രോങ് ആക്കി നിർത്തണം എന്നുള്ള അത് ഭയങ്കര വലിയ മിനിസ്ട്രിയാണ്. 2006 ഞാനൊരു 14 days ഫാസ്റ്റിംഗ് ഇരുന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ 98% യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടിയല്ല, 2% യേശുവിനെ അറിയുന്നവർക്ക് വേണ്ടിയാണ്. അതൊരു വിളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ദാറ്റ് 98%, ഐ എം ബോതേർഡ് അബൌട്ട് ദ 2% those who claim that we are Christians but not Christians. ഇതാ സത്യം. ദൈവം അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെ അവിടെ അയച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ശക്തമായിട്ട്. ഞങ്ങൾക്കും അതായിരുന്നു ഒരു ബുദ്ധിമുട്ടായി തോന്നിയത്, കാരണം തുമ്മൂല് അത്ര ആവശ്യമുണ്ട്. ഇവിടെ മുക്കിനും മൂലയ്ക്കും ചർച്ച്, പ്രോഫറ്റ്സ്, അത് ഫുൾ പോസ്റ്റേഴ്സും കാര്യങ്ങളും, അങ്ങനെ പരസ്യങ്ങളാ. അപ്പം ഇപ്പൊ ന്യൂ ഇയറിന്റെ പ്രോഗ്രാം, അപ്പൊ ഓരോരുത്തർ പുതിയ ടൈറ്റില്, ഇത് അൾട്ടിമേറ്റ് പ്രൊഫറ്റ്, അപ്പം ഇത് അൺവേവറിംഗ് പ്രൊഫറ്റ്, ഓരോരുത്തർക്ക് അങ്ങനെ ഇപ്പൊ ടൈറ്റിലായി പോയി. പിന്നെ പ്രൊഫറ്റ് ഏഞ്ചൽ ഒബിനിയം. ആ ഏഞ്ചൽ ഒബിനിയം എന്ന് പറഞ്ഞ ഒരാളുടെ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മീഖായേലുമായിട്ട് അടിയുണ്ടായി, അതിൽ മീഖായേലിനെ തോപ്പിച്ച് ഇപ്പൊ മീഖായേലിന് മുകളിലാണ് അദ്ദേഹം, യേശു ക്രിസ്തുവിന്റെ അടുത്തെത്തല. അങ്ങനത്തെ കൾട്ടാണ് അത്. നമുക്കിങ്ങനെ എന്താ പറയാ, അതൊക്കെ ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ആളുകൾ വലിച്ചെടുക്കുന്നു, നമ്മുടെ ആളുകൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റേഷൻസിലാണ് ഇവർക്കെല്ലാം ഫോക്കസ്. ഏത് ദൈവദാസനും ഞാൻ പവർഫുള്ളാണെന്ന് കാണിക്കണം, ഞാൻ
മറ്റ് ദൈവദാസന്മാരെക്കാട്ടിലധികം പവർഫുൾ. ഒറ്റ കാര്യം കൂടെ, ഞാൻ ഇന്ന് ഒരു റെക്കോർഡിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു. നാളത്തെ മോർണിംഗ് ഡ്യൂവിൻ്റെ റെക്കോർഡിങ് ഇന്ന് കഴിഞ്ഞിരുന്നു. ഞാൻ ഷെയർ ചെയ്ത വചനം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 7 17 മുതലുള്ള വാക്യങ്ങളാണ്. നീ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. നീ ദാസനായിട്ട് വിളിച്ചോ, യജമാനനാകാൻ ശ്രമിക്കരുത്. ഇത് നമ്മുടെ ഈ ഫിലോസഫിക്ക് പറ്റുന്ന സംഭവമല്ല കേട്ടോ. നമ്മൾ പഠിപ്പിക്കുന്നത് നീ ദാസനാണോ, ദൈവം നിന്നെ സ്വതന്ത്രരാക്കി എങ്ങനെയെങ്കിലും, മുമ്പ് പറഞ്ഞില്ല എല്ലാവർക്കും അമേരിക്കയിൽ പോയാൽ മതി എന്നുള്ള ഫിലോസഫിയാണ് നമ്മളിവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞ തിയോളജി ഒന്നും നമുക്ക് ദഹിക്കത്തില്ല. പൗലോസ് പറയുന്നത് ഞാൻ കൊരിന്ത് സഭയെ മാത്രമല്ല എല്ലാ സഭകളോടും ഞാൻ ഇതാ പറയുന്നത്. അപ്പോൾ ഏത് സോഷ്യൽ സ്ട്രാറ്റയിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിൽ നിന്നുള്ള അപ്ഗ്രേഡേഷൻ അല്ല ക്രിസ്ത്യാനിറ്റി എന്ന ബോധം നമുക്കില്ല. നമ്മുടെ ചിന്തയെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ഗ്രേഡഡ് ആകാൻ പോകുന്നു. പക്ഷേ ദൈവം വിളിച്ച കോൾ ഒരു പക്ഷേ ഒരു പാവം പിടിച്ച പട്ടണി രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ അംബാസഡറായിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഞാനിപ്പോൾ ഫിനിഷ് ചെയ്ത ഒരു റെക്കോർഡിംഗ് ആണ്, നാളെ രാവിലെ ഇടുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത്. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ട് അതാണ്, അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല ജനങ്ങൾക്ക്. ഒന്ന് പരിച്ഛേദനയും അഗ്രചർമ്മവും, ദാറ്റ് ഈസ് ദ കാസ്റ്റ് ഡിവിഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു താണജാതിക്കാരന് വലിയ ജാതിയാകാനുള്ള കൊതി, വലിയ ജാതിക്കാരന് ഞാൻ വലിയ ജാതി ക്രിസ്ത്യനാണെന്നുള്ള ഒരു ചിന്ത. രണ്ടാമത്തെ ഒരു പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാസനും സ്വതന്ത്രനും, സ്ലേവ് ആൻഡ് ദ മാസ്റ്റർ. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ദരിദ്രനും മുതലാളിയും, പണത്തിൻ്റെ ഒരു ഡിഫറൻസ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച്. പൗലോസ് പറയുന്നത് നീ ദരിദ്രനാണോ, നീ സ്വതന്ത്രനാകാൻ നിനക്ക് പറ്റും, പക്ഷെ നീ അതേ സോഷ്യൽ സ്ട്രാറ്റയിൽ നിന്ന് കർത്താവിൻ്റെ അംബാസഡറാകാൻ പറ്റുമോ? ഇത് സ്വല്പം ഡേഞ്ചറസ് ഡോക്ടറിനാണ് പൗലോസ് പ്രസംഗിച്ചു. ഇന്ന് വരെ ഈ ഡോക്ടറിന് ആരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ദാറ്റ്സ് വാട്ട് ബൈബിൾ സേസ്. അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. കർത്താവ് സഹായിക്കട്ടെ. ഇനി ഞാൻ ഒത്തിരി എക്സൈറ്റഡ് കേട്ടോ. ഞാനതുകൊണ്ട് വാക്കുകളെ നിർത്തുകയാണ്. ആഫ്രിക്കയിൽ ദൈവം നിങ്ങളെ കൊണ്ടുചെന്നു വൻകാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ ഹിതമെന്താണ്, പദ്ധതി എന്താണെന്ന് പ്രാർത്ഥിക്കണം. ഈ സെഷൻ എനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു പ്രേ ടുഗദർ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ ദാസി അന്നീസ് മത്തായി സിസ്റ്റർ പ്രാർത്ഥനയിൽ സഹായിക്കുവാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. ഓക്കെ ആണെങ്കിൽ ഇഫ് യു ആർ കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ, അനി സിസ്റ്ററെ? ഓക്കെ, എനിക്കൊന്ന് സിസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഈ നല്ല ഈവനിങ്ങിനായി സ്തോത്രം. പ്രത്യേകിച്ച് യുവാടെ സെഷൻസിൽ വളരെ അധികം ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ജീവിതാനുഭവം കൊണ്ട് കേൾക്കുവാൻ നിൻ്റെ ദാസനെ ഞങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസന് വേണ്ടി, കർത്താവേ സിസ്റ്റർ മെറിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ നിൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത് ഗൈഡ് ചെയ്ത് അയച്ചതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളൊക്കെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നടന്നതുപോലെ കർത്താവെ അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ ഹിതമറിഞ്ഞ് നടക്കുവാൻ കൊണ്ട് സമർപ്പിക്കുന്നു. യുവായിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകമായി യൂട്യൂബിലൂടെ ഈ വീഡിയോ കാണുമ്പോൾ അനേകർക്കൊരു ബ്ലെസ്സിങ് ആകാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാത്തിനുമായി നന്ദി പറഞ്ഞു കർത്താവെ. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സറണ്ടർ ചെയ്തു. പ്രാർത്ഥന കേട്ടിരിക്കൽ, അനുഗ്രഹിച്ചിരിക്കൽ, വിടുവിച്ചിരിക്കൽ സ്തോത്രം. എല്ലാ മാനമോഹത്തോട് തെക്ക് ദേശം മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. May the love of our Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen, 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 amen. താങ്ക് യു. ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്.